ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചാനലിൽ വന്നിട്ടുള്ളത് ഇന്നലെ JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ പേപ്പർ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആൻസർ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ 1 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓവറോൾ നമുക്ക് പേപ്പറിനെ അനലൈസ് ചെയ്തപ്പോൾ തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, വളരെ ഈസി അല്ല, വളരെ ഡിഫിക്കൽട്ടും അല്ല, ഡൂവബിൾ ആയിട്ടുള്ളൊരു പേപ്പറാണ്. എന്ന് മാത്രമല്ല വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പേപ്പറായി തോന്നിയില്ല. നേരെ മറിച്ച് നമുക്ക് കുറേ എലിമിനേഷനും മറ്റു കാര്യങ്ങളും കുറച്ചൊരു മെൻ്റൽ കാൽക്കുലേഷനൊക്കെ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ജനറലി ഉള്ളത്. 17 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1-ലുള്ളത്. കഴിഞ്ഞ തവണക്കുള്ള പാറ്റേൺ അതേപോലെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പം 1 ഓപ്ഷൻ കറക്റ്റ് ഉണ്ട്, മോർ ദാൻ 1 ഓപ്ഷൻ കറക്റ്റ് ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, ഓക്കെ, ഇൻഡിജർ ടൈപ്പ് ഉണ്ട്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ JEE അഡ്വാൻസ്ഡ് പേപ്പർ 1 മാത്തമാറ്റിക്സ് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സോൾവ് ചെയ്യാൻ എൻ്റെ കൂടെ ഉള്ളത് അഭിഷർ സാറാണ്. അഭിഷർ IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് അഭിഷർ സോൾവ് ചെയ്യും, പിന്നെ ഞാൻ തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ തുടങ്ങാം. റൈറ്റ്, ആ ട്രിക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് മനസ്സിലാക്കാം. നമ്മൾ വളരെ ലെങ്തി ആയിട്ട് എല്ലാം ഒരു തിയറിയിൽ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. റൈറ്റ്, ഓവർ ടു അഭിഷർ. ഓക്കെ, ഹൈ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Let f of x be a continuously differentiable function on the interval 0 to infinity such that f of 1 equal to 2 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ലിമിറ്റിലുള്ള ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ഫോർ ഈച്ച് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഈ ലിമിറ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സോ മേലും താഴെ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ പോവാം. ഇവിടുത്തെ കേസ് നോക്കുക, ടി ആണ് ഇവിടെ വേരിയബിൾ. സൂക്ഷിച്ച് നോക്കുക, എക്സ് അല്ല ഇവിടെ വേരിയബിൾ, എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ടി ആണ് ഇവിടുത്തെ വേരിയബിൾ. സോ മേലും താഴെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എൽ ഹോസ്പിറ്റൽ റൂൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 10 × t⁻⁹ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, x⁻⁻ എഫ് ഡാഷ് ടി. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ 9t⁸ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന എൽ ഹോസ്പിറ്റലിലൂടെ ചെയ്താൽ കിട്ടുന്നത്. ഇനി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നേരെ നമ്മൾ ലിമിറ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതായിരിക്കും = 1. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 10x⁹ എഫ് ഓഫ് എക്സ് മൈനസ് x⁻⁻ എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ 9x⁻⁸ = 1 ആയിരിക്കും. ഇനി നമുക്ക് ഒന്നും കൂടി മാറ്റി എഴുതാം. സോ എഫ് ഓഫ് എക്സ് അതിൻ്റെ കൂടെ എന്തുണ്ടാവും, 10 x⁻⁹ x⁻⁸ കട്ടായിപ്പോൾ ഇവിടെ എക്സ് മാത്രം ഉണ്ടാവും. 10x/9 മൈനസ് x²/9 എഫ് ഡാഷ് എക്സ് = എന്ത് കിട്ടും, =1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ വാല്യൂ അങ്ങോട്ട് കൊണ്ടുപോവുക. ഈ എഫ് ഓഫ് ഡാഷ് എക്സിനെ നമ്മൾ ഈ 10/9 ഈ 10x/9 x/9 ഇവിടെ കോമൺ ആണ്. സോ x/9 മാറ്റി എഴുതാം. 10 × എഫ് ഓഫ് എക്സ് മൈനസ് ഇവിടെ എന്താണ്ടാവുക, എക്സ് എഫ് ഡാഷ് എക്സ് = 1 എന്ന് കിട്ടും. സോ എഫ് ഓഫ് എക്സ് മൈനസ് 10/x എഫ് ഓഫ് എക്സ് = ഈ 9ഉം ഈ എക്സും ഇങ്ങോട്ട് വരും. പിന്നെ നമ്മൾ ഡിവൈഡഡ് ബൈ എക്സ് കൂടി ചെയ്തു, മൈനസും കൂടി ചെയ്തു. സോ -9/x² കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഫോർമുല നമുക്ക് കിട്ടി. എഫ് ഡാഷ് എക്സ് മൈനസ് 10/x × എഫ് ഓഫ് എക്സ് = -9/x². ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം, നമ്മൾ ഇവിടെ x⁻⁻10 കൊണ്ട് രണ്ട് സൈഡിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അതെന്താ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ -10/x dx ഇതാണ് ഈ വാല്യൂ. ഇതെങ്ങനെയായെന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ ഇല്ലേ, -10/x, അതാണ് ഈ വാല്യൂ. ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, e⁻−log x x⁻10 എന്ന് കിട്ടും. e⁻log x⁻10, അതായത് -1/xൻ്റെ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ നമുക്ക് log x കിട്ടും. ആ -10 ഇങ്ങോട്ട് കയറി വരും. ഓക്കെ, സോ ഇതിവിടെ മൈനസ് ആയിരിക്കും. ഇനി ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, അത് x⁻−10 ആയിരിക്കും. ആ വാല്യൂ കൊണ്ട് നമ്മൾ ഈ RHSനെയും LHSനെയും രണ്ട് സൈഡിലും x⁻10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുക. സോ x⁻10 × f ഡാഷ് എക്സ് മൈനസ്
10 by x raised to 11 എന്ന് വരും. ഓക്കെ, ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 9 എക്സ് റേസ് ടു -10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -9 by എക്സ് റേസ് ടു 12 എന്ന് വരും. ഓക്കെ, എക്സ് റേസ് ടു -10, അപ്പോൾ താഴെ എക്സ് റേസ് ടു 10 വരും. സോ ഈ ഒരു എൽ എച്ച് എസിൽ നോക്കുക, ഇത് എക്സ് റേസ് ടു -10 ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, സോ എക്സ് റേസ് ടു -10 ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണത്. സോ എക്സ് റേസ് ടു -10 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഓൾ ഡാഷ്. ഈ ഡാഷ് എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാം അത് ഡി ബൈ ഡി എക്സ് ആണ്. ഓക്കെ, ഇനി മറ്റേ സൈഡിൽ എന്തായിരിക്കും, -9 by എക്സ് സ്ക്വയർ, എക്സ് റേസ് ടു -9 by എക്സ് റേസ് ടു 12. ഓക്കെ, സോ ഈ ഡാഷ് മാറ്റി നമ്മൾ എന്താ ചെയ്ത് ഈ ഭാഗം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, സോറി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. എക്സ് റേസ് ടു -10 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് -9 by എക്സ് റേസ് ടു 12 ഡി എക്സ്. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, -9 ഇൻറ്റു എക്സ് റേസ് ടു -12 ആണ്. എക്സ് റേസ് ടു -12 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു -12 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -12 പ്ലസ് 1. സോ ഇതെന്താ വാല്യൂ, -9 by -11 ഇൻറ്റു എക്സ് റേസ് ടു -11. അതായത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, 9 by 11 എക്സ് റേസ് ടു 11. ഓക്കെ, പ്ലസ് സി ഉണ്ടാവും, അതാരും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു -10, അതായത് എക്സ് റേസ് ടു 10 നമ്മൾ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ 9 by x ഇൻറ്റു 11 ഈസ് ഈക്വൽ ഓൾ പ്ലസ് സി എക്സ് റേസ് ടു 10 ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഒരു വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2 ആയിരിക്കും. സോ 2 ഈസ് ഈക്വൽ ടു 9 by 11 പ്ലസ് സി എന്ന് വെച്ചാൽ സി ഈസ് ഈക്വൽ ടു എന്താ, 2 - 9 by 11, അതായത് 22 - 9 13 by 11 ആയിരിക്കും. ഓക്കെ, ഇനി ആ സീൻ്റെ വാല്യൂ ഞാൻ അതിലേക്ക് കൊടുക്കാൻ പോവാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 9 by 11x പ്ലസ് 13 by 11 എക്സ് റേസ് ടു 10 ആണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, സോ 9 by 11 എക്സ് പ്ലസ് 13 by 11 എക്സ്, ബി ഓപ്ഷനാണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. നമ്മളിവിടെ എന്താ ചെയ്ത്, നമ്മളിവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കി അതിലേക്ക് എക്സ് റേസ് ടു -10 എന്നുള്ള വാല്യൂ അങ്ങ് രണ്ട് സൈഡിലേക്കും മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ഇതുപോലെ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A student appears for a quiz consisting of only true false type of questions, okay, and answers all the questions. The student knows answers of some questions and guesses the answers for the remaining questions. അതായത് ഒരു ട്രൂ ഓർ ഫോൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സ്റ്റുഡൻറ്റിന് ചില ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് അറിയാം, ചില ക്വസ്റ്റ്യൻ കുട്ടി ഗസ് ചെയ്യാൻ പോവാം, ഗസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ പോവാം. സോ വെൻ ദ സ്റ്റുഡൻറ്റ് നോസ് ദി ആൻസർ ഓഫ് എ ക്വസ്റ്റ്യൻ ഹി ഗിവ്സ് ദ കറക്റ്റ് ആൻസർ. കുട്ടിക്ക് ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ കുട്ടി എന്തായാലും അത് കറക്റ്റ് ആക്കും. എന്ന് വെച്ചാൽ കുട്ടിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയുന്നതിനെ ഞാൻ കെ എന്നുള്ള ഇവൻ്റായിട്ട് മാർക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ കുട്ടി ഗസ് ചെയ്യുന്ന ഒരു ഇവൻറ്റിനെ ഞാൻ ജി എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഈ കുട്ടി ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയാൽ ഞാൻ ഇതിനെ സി എന്നുള്ള ഇവൻ്റായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ കുട്ടിക്ക് ഈ ക്വസ്റ്റ്യന് കറക്റ്റ് ആക്കുമെങ്കിൽ ഈ ഗസ് ചെയ്യുന്നത് അല്ല, കുട്ടിക്ക് നോൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ കുട്ടി ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, പി ഓഫ് സി ഗിവൺ കെ എന്ന് വെച്ചാൽ 1 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, assume that the probability of the student giving the correct answer for a question given that he guessed it എന്ന് വെച്ചാൽ P of C given G എന്ന് വെച്ചാൽ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് 1/2 ആയിരിക്കും. ഓക്കെ, കുട്ടി ഗസ് ചെയ്തു ആൻഡ് അത് കറക്റ്റായി, അങ്ങനെയാണ് 1/2. ഓൾസോ തന്നിട്ടുണ്ട്, ഓൾസോ assume that the probability of the answer for a question being guessed given that the student's answer is correct. ഓക്കെ, അതാണ് എന്ത്, given that the student's answer is correct. കുട്ടി ഗസ് ചെയ്തിട്ട് അത് ഓൾറെഡി കറക്റ്റ് ആവുന്നുണ്ടെങ്കിലുള്ള കേസ് എന്താ, അത് 1/6 ആണെന്ന് തന്നിട്ടുണ്ട്. So then the probability that the student knows the answer of a randomly chosen question. ഓക്കെ, അതാണ് നമ്മളോട് ചോദിച്ചുള്ളത്. സോ പി ഓഫ് ജി ഗിവൺ സി എന്ന് വെച്ചാൽ 1/6 ആണ് നമുക്കറിയാം. എന്ന് വെച്ചാൽ പി ഓഫ് കെ ഗിവൺ സി എന്തായിരിക്കും, അത് 1 - 1/6 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 5/6. കുട്ടിക്ക് ഗസ് ചെയ്തങ്ങാണ്ട് കറക്റ്റാക്കിയും 1/6 ആണ്. എന്ന് വെച്ചാൽ
കറക്റ്റാണ്, അത് കുട്ടിക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് 5/6 ആണ് ഇവിടെ വരിക. സോ ഇനി എന്താ ചെയ്യുക? ഇനി നമുക്ക് നേരെ ആ ബെയസ് തിയറം യൂസ് ചെയ്യാം. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡൻറ്റ് നോസ് ദി ആൻസർ ഓഫ് എ റാൻഡംലി ചോസൺ ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് കെ ആണ്. ഓക്കെ, സോ ഇവിടെ എഴുതാം പി ഓഫ് കെ ഗിവൺ സി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പി ഓഫ് സി ഗിവൺ കെ ഇൻറ്റു എക്സ്. സോറി, എക്സ് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് പി ഓഫ് കെ എന്ന് വെച്ചാൽ. സോ പി ഓഫ് സി ഗിവൺ കെ ഇൻറ്റു പി ഓഫ് കെ, അതിന് ഞാൻ എക്സ് എന്ന് മാർക്ക് ചെയ്യാണ്, ഡിവൈഡഡ് ബൈ അതേ സംഭവം പി ഓഫ് സി ഗിവൺ കെ ഇൻറ്റു എക്സ് പ്ലസ് എന്തായിരിക്കും പി ഓഫ്, സോ ഇതിൻ്റെ ബാക്കി എന്താ വരിക? പി ഓഫ് സി ഗിവൺ കെ ഇൻറ്റു എക്സ് പ്ലസ് പി ഓഫ് സി ഗിവൺ ജി ഇൻറ്റു പി ഓഫ് ജി എന്ന് വരും. ഓക്കെ, സോ പി ഓഫ് സി ഗിവൺ കെ ഇൻറ്റു ഇതെന്താ പി ഓഫ് കെ ആണ്, ഡിവൈഡ് ബൈ പി ഓഫ് സി ഗിവൺ കെ ഇൻറ്റു എക്സ് പ്ലസ് പി ഓഫ് സി ഗിവൺ ജി ഇൻറ്റു പി ഓഫ് ജി. ഈ പി ഓഫ് ജി എന്താ നമുക്കറിയാം? പി ഓഫ് ജി എന്ന് വെച്ചാൽ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്താ? ഇത് 1 - x ആണ്, കാരണം രണ്ട് കൂട്ടി കോംപ്ലിമെൻ്ററി ഇവൻസ് ആയിരിക്കും. ഓക്കെ, സോ പി ഓഫ് കെ ഗിവൺ സി എന്തായിരിക്കും? നമുക്കറിയാം അത് 5/6 ആണ്. ഓക്കെ, സോ 5/6 ഈക്വൽ ടു പി ഓഫ് സി ഗിവൺ കെ എന്ന് വെച്ചാൽ 1 ആണ്. സോ എക്സ് ഡിവൈഡഡ് ബൈ പി ഓഫ് സി ഗിവൺ കെ എന്താണ്? അതും 1 ആണ്. സോ 1 × x എക്സ് പ്ലസ് പി ഓഫ് സി ഗിവൺ ജി എന്താണ്? അത് 1/2 ആണ്. 1/2 ഇൻറ്റു 1 - x. ഓക്കെ, ഇതിങ്ങനെ സോൾവ് ചെയ്താൽ മതി, നമുക്ക് ഇതിൻ്റെ ആൻസർ നേരെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. സോ ഇതെന്തായിരിക്കും? x പ്ലസ് 1/2 - x. സോ x/2 പ്ലസ് 1/2, അതായത് ഈ 2 മുകളിലേക്ക് വരും. സോ 2x ഡിവൈഡഡ് ബൈ x പ്ലസ് 1 കിട്ടും. ഇതങ്ങ് ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5x പ്ലസ് 5 ഇസ് ഈക്വൽ ടു 12x എന്ന് കിട്ടും. സോ ഇത് അങ്ങോട്ട് പോകുമ്പോൾ 7x = 5 എന്ന് കിട്ടും. സോ x ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 5 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ. സോ ഇവിടെ എന്താ ചെയ്ത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഈ ക്വസ്റ്റൻ എന്താ? ബെയസ് തിയറം മാത്രമേ നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കൺസെപ്റ്റും കൂടി റെഡിയാക്കിയിരിക്കുക. എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് നോൺ ആയിട്ടുള്ള ക്വസ്റ്റിന് കറക്റ്റ് ആക്കാനുള്ള ഇതെന്ന് വെച്ചാൽ 1 ആയിരിക്കും. ആ ഒരു ക്വസ്റ്റൻ നേരെ അങ്ങ് തന്നിട്ടില്ല, പക്ഷേ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെനെവർ സ്റ്റുഡൻറ്റ് നോസ് ദി ആൻസർ ഓഫ് എ ക്വസ്റ്റ്യൻ ഹി ഗിവ്സ് ദ കറക്റ്റ് ആൻസർ. അതാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഈ ക്വസ്റ്റൻ കുറച്ച് സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ട്രിഗണോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് π/2 ലെസ് ദാൻ x ലെസ് ദാൻ π ബി സച്ച് ദാറ്റ് cot x ഈക്വൽ ടു -5/√11. അങ്ങനെയാണെങ്കിൽ sin 11x/2 ഇൻറ്റു sin 6x മൈനസ് cos 6x പ്ലസ് cos 11x/2 ഇൻറ്റു sin 6x പ്ലസ് cos 6x എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഈ ചോദ്യത്തിന് ഉത്തരം കാണാൻ ആക്ച്വലി ഇത് ഞാൻ ഞങ്ങളുടെ JEE ബാച്ച് 11th സ്റ്റുഡൻസിനൊക്കെ ഇട്ടുകൊടുത്തു. അവർ വളരെ സിമ്പിളായിട്ട് തന്നെ അതിൽ ചില ആൾക്കാരൊക്കെ ആൻസർ ചെയ്തു. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ളത് sin 11x/2 ഇൻറ്റു sin 6x മൈനസ് cos 6x പ്ലസ് cos 11x/2 ഇൻറ്റു sin 6x പ്ലസ് cos 6x ആണ്. ഓക്കെ, ഇത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, സൈൻ ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ sin 11x/2 ഇൻറ്റു sin 6x sin 11x/2 ഇൻറ്റു sin 6x. ഞാൻ ഇതിലെ ലാസ്റ്റ് ടേം എടുക്കാൻ പോകുന്നത് cos 11x/2 ഇൻറ്റു cos 6x പ്ലസ് cos 11x/2 ഇൻറ്റു cos 6x. അതെന്തിനാ? ഞാൻ cos a പ്ലസ് ബി എന്നുള്ള അല്ലെങ്കിൽ cos a മൈനസ് ബി എന്നുള്ളൊരു ഫോമിലോട്ട് ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് sin 11x/2 മൈനസ് sin 11x/2 ഇൻറ്റു cos 6x പ്ലസ് cos 11x/2 ഇൻറ്റു sin 6x. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്നുള്ളത്. ഇത് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഇത് ദിസ് ഈസ് ഓഫ് ദ ഫോം cos a cos b പ്ലസ് sin a sin b. സോ ദിസ് ഈസ് ഈക്വൽ ടു cos a cos b പ്ലസ് sin a sin b എന്ന് പറയുമ്പോൾ cos ഓഫ് a മൈനസ് b. സോ cos ഓഫ് 6x മൈനസ് 11x/2. ഓക്കെ, ഇനി അടുത്തത് ദിസ് ഈസ് ഓഫ് ദ ഫോം sin a cos b minus cos a sin b. Okay, so this is of the form sin a cos b minus cos a sin b. Okay, so this is plus അല്ല minus
മൈനസ് സൈൻ ഓഫ് 11x/2 മൈനസ് 6x. ഓക്കെ, ഇതപ്പോൾ നമുക്കറിയാം കോസ് 6x മൈനസ് 11x/2 എത്ര? 12x മൈനസ് 11x/2, അതായത് x/2 മൈനസ് സൈൻ മൈനസ് x/2. ദിസ് ഈസ് ഈക്വൽ ടു കോസ് x/2 കോസ് ഓഫ് സൈൻ ഓഫ് മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ് പ്ലസ് സൈൻ x/2. നമുക്ക് അറിയാവുന്ന ഒരു ടേംസിലോട്ട് ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. കോസ് x/2 പ്ലസ് സൈൻ x/2. ഇനി നമുക്കറിയാം കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് 5/√11 ആണ് എന്നറിയാം. കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് 5/√11 ആണെന്നറിയാം. ഇത് നമ്മളൊരു ട്രയാങ്കിൾ ആക്കി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദിസ് ഈസ് എക്സ്, കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് 5, ഓപ്പോസിറ്റ് സൈഡ് 11. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 11 സ്ക്വയർ 11 പ്ലസ് 5 സ്ക്വയർ 25. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 36 ഈക്വൽ ടു 6. ഓക്കെ, ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത് കോസ് x/2 പ്ലസ് സൈൻ x/2 ആണ്. എന്താ കോസ് x/2 പ്ലസ് സൈൻ x/2? കോസ് എക്സ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ x/2 മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് x/2 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് x/2 ആണ്. അതേപോലെ തന്നെ ഇതിനെ നമുക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ x/2 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സൈൻ x/2 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് x/2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കോസ് എക്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കോസ് x/2 വാല്യൂ കിട്ടും, സൈൻ x/2 വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ കോസ് എക്സ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് 5/6, ആക്ച്വലി മൈനസ് 5/6 ആണ്. കാരണം എക്സിൻ്റെ വാല്യൂ π/2 പൈൻ്റെ ഇടയിലാണ്, സെക്കൻഡ് ക്വാഡ്രന്റിലാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ കോസ് എക്സ് ഈക്വൽ ടു മൈനസ് 5/6. അങ്ങനെയാണെങ്കിൽ കോസ് x/2 എന്താണ്? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്നുള്ളത് കോസ് x/2 പ്ലസ് സൈൻ x/2 അല്ലേ? കോസ് x/2 പ്ലസ് സൈൻ x/2 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 5/6/2 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് 5/2 1 പ്ലസ് 5/6/2. ദിസ് ഈസ് ഈക്വൽ ടു 6 minus 5 1/12 root of 1/12 plus square root of 11/12. This is equal to root 11 plus 1/12 നമുക്ക് 2√3 എന്ന് എഴുതാൻ പറ്റും. 12 നമുക്ക് 2√3 എന്ന് എഴുതാൻ പറ്റും. 2√3. So this is the right answer. Okay, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓവർ ടു അഭിഷർ സർ. ഓക്കെ കുട്ടികളെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ എലിപ്സ് x² പ്ലസ് x²/9 പ്ലസ് y²/4 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നേരെ നമുക്ക് അതിൽ നിന്നും മാർക്ക് ചെയ്യാം. സോ ഇതാണ് എലിപ്സ് വരിക. ഓക്കെ, ഈ വാല്യൂ എത്രയാണ്? അത് 3 ആയിരിക്കും. ഈ വാല്യൂ 2 ആയിരിക്കും. ഓക്കെ, 0 to 3,0. സോ ലെറ്റ് SPQ be the point in the first quadrant such that p²/9 plus q²/4 greater than 1. എന്ന് വെച്ചാൽ എന്താ? ഈ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ഏരിയ എന്താണെന്ന് അറിയാം? അത് ഈ ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, ഈ എലിപ്സിൽ ഇല്ലാത്ത ഈ ഏരിയ ഞാൻ വേറെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. സോ ഈ ഏരിയ ആയിരിക്കും ആ ഏരിയ. എലിപ്സിൻ്റെ ഉള്ളിലല്ല, എലിപ്സിൻ്റെ പുറത്ത്, ബട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം വരുന്ന ഈ ഏരിയ. ഓക്കെ, സോ ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 0. ഇതിൽ ഏതോ ഒരു പോയിന്റ് ആണ് എസ് ഓഫ് PQ എന്ന് വെച്ചാൽ. ഓക്കെ, സോ 2 tangents are drawn from S to the ellipse of which one meets the ellipse at one end point of the minor axis and the other meets the ellipse at a point T in the fourth quadrant എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഈ T എന്നുള്ള ഒരു ഫോർത്ത് ക്വാഡ്രന്റ് ഉണ്ട്. ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റിലുള്ള T എന്നുള്ള പോയിന്റ്. ഇവിടെ നിന്ന് ഒരു ടാൻജന്റ് വരച്ചു. സോ ഇവിടെ നിന്ന് ഒരു ടാൻജന്റ് വരച്ചു. ആ ടാൻജന്റ് ഏതിലൂടെയാണ് മീറ്റ് ചെയ്ത് പോയത്? ഇവിടെ ടാൻജന്റ് ടച്ചിങ് ആണ്. അത് ഏതിലൂടെ മീറ്റ് ചെയ്ത് പോയത് പറഞ്ഞിട്ടുള്ളത് വിച്ച് മീറ്റ് ദ എലിപ്സ് അറ്റ് ദി എൻഡ് പോയിന്റ് ഓഫ് ദി മൈനർ ആക്സിസ്. അതായത് ഈ ഒരു പോയിന്റ്, ഇതാണ് ആ 2 ടാൻജന്റ്. ഈ പോയിന്റ് ഏതാ? അത് PQ ആണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ക്യൂവിൻ്റെ വാല്യൂ 2 ആണ്. ക്യൂവിൻ്റെ y കോർഡിനേറ്റ് 2 ആണ്. സോ നമുക്കിവിടെ മാർക്ക് ചെയ്യാം Q ഈസ് ഈക്വൽ ടു 2. ഇനി നമ്മൾ Pൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ക്വസ്റ്റനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഒക്കെ അറിയാം എന്ന് വെച്ചാൽ ക്യൂവിൻ്റെ വാല്യൂ Pൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇനി നമുക്ക് നോക്കാം.
ലെറ്റ് ആർ ബി ദ വേർട്ടെക്സ് ഓഫ് ദി എലിപ്സ് വിത്ത് പോസിറ്റീവ് എക്സ് കോർഡിനേറ്റ്. അത് ഏതാണ് പോയിന്റ്? അത് ഈ പോയിന്റ് ആണ്. ഇതാണ് ആർ. ഓക്കെ. ആൻഡ് ഒ ബി ദ സെൻറ്റർ ഓഫ് ദി എലിപ്സ്. ഒ എന്ന് വെച്ചാൽ ഈ എലിപ്സിൻ്റെ സെൻറ്ററാണ്, അതായത് ഒറിജിൻ ആണ് ഇവിടെ സെൻറ്റർ ആയിട്ട് വരിക. ഇഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഒ ആർ ടി ഈസ് 3/2 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒ ആർ ടി എന്നുള്ള ട്രയാങ്കിൾ, അതായത് ഈ ഒരു ട്രയാങ്കിൾ, ഇതിൻ്റെ എന്താണ് ഏരിയ 3/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ, ഈ ഒരു ഡിസ്റ്റൻസ് എന്താ, അത് 3 ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്താ, അത് നമ്മൾ കണ്ടുപിടിക്കാം. അതിനെ നമുക്കൊരു y എന്ന് വിളിക്കാം. സോ y എന്തായിരിക്കും? ഓർ ഹാഫ് BH, ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു y എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് 3/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഏരിയ 3/2 ആണെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നമുക്കറിയാം y = 1 ആയിരിക്കും. സോ ഈ ഒരു ടാൻജൻറ്റ് ടച്ച് ചെയ്യുന്ന ഈ പോയിൻറ്റിൻ്റെ y കോർഡിനേറ്റ് 1 ആയിരിക്കും, ഓർ -1 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. സോ y കോർഡിനേറ്റ് -1 ആണെങ്കിൽ മറ്റേ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഈ പോയിന്റ്, ഈ ടി എന്നുള്ള പോയിന്റ് ഈ എലിപ്സിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും. സോ x²/9 പ്ലസ് y²/4, അതായത് yൻ്റെ വാല്യൂ 1 ആണ്, 1/4 = 1 എന്നാണ്. സോ എക്സിൻ്റെ വാല്യൂ എന്താ? x² = 9 × 3/4. സോ x = എന്തായിരിക്കും? 3√3/2. ഓക്കെ. സോ 3√3/2 ആയിരിക്കും ഈ ഇവിടെ വാല്യൂ, 3√3/2. ഇതായിരിക്കും ഈ പോയിന്റ്. ഇനി നമ്മൾ കാര്യം ചെയ്യാൻ പോകണം, നമ്മൾ ഈ ടാൻജൻറ്റില്ലേ, ഈ ടാൻജൻറ്റിൻ്റെ ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പോകും. സോ ടി എന്നുള്ള ഒരു പോയിന്റ് നമുക്കറിയാം. ആ ടി എന്നുള്ള പോയിന്റിൽ നിന്നും നമ്മൾ ഇതങ്ങ് വരക്കാൻ പോവാം. സോ ടി = 0 എന്നുള്ളതാണ് ആ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ വരിക. എന്ന് വെച്ചാൽ x(x1/9) പ്ലസ് y(y1/4) = 1 എന്നായിരിക്കും ആ ടാൻജൻറ്റ് ഇക്വേഷൻ. ഇവിടെ x1 എന്താ? അത് 3√3/2 ആണ്. 3√3/2 × 9 × x പ്ലസ് ഈ y1 എന്നുള്ള -1 ആണ് y1ൻ്റെ വാല്യൂ. സോ -y/4 = 1 ആയിരിക്കും ആ ടാൻജൻറ്റിൻ്റെ ഇക്വേഷൻ. ആ ടാൻജൻറ്റിനുള്ള ഒരു പോയിൻ്റാണ് എന്ത്? PQ എന്ന് പറയുമ്പോൾ. സോ ക്യൂവിൻ്റെ വാല്യൂ 2 ആണെന്ന് നമുക്കറിയാം. പീൻ്റെ വാല്യൂ എന്താ നമുക്ക് കണ്ടുപിടിക്കാം. നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ 3√3/2 × 9 × P പ്ലസ് എന്തായിരിക്കും? -2/4 = 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താ? 3√3/2 × 9 ഓർ 2 × 3 എഴുതാം. ഈ 3 കട്ടായി പോകും. പ്ലസ് ഓർ -1/2 ഉള്ളൂ, അത് അങ്ങോട്ട് വരുമ്പോൾ 3/2 ആകും. ഈ 2 കട്ടായി പോകും. 3 × 3 9/√3 വരും. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യാം, √3 എന്ന് വരും. ഈ 3 ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് കിട്ടും എന്ത്? ഇവിടെ P ഉണ്ട്. P = 3√3 എന്ന് കിട്ടും. സോ ഇതിലെ കറക്റ്റ് ആൻസർ ഏതാ? Q = 2, P = 3√3. ഈ ഓപ്ഷൻ ആയിരിക്കും ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റിന് അജ്മൽ സാർ എടുക്കും. യെസ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും ആളുകൾക്ക് ചെയ്യാൻ പേടിയാണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് വരച്ച് നോക്കിയാൽ തന്നെ നമുക്കിതാ ഈ 2-0 കിട്ടുന്നൊക്കെ നമുക്ക് വരച്ച് നോക്കിയാൽ തന്നെ പലതും കിട്ടും. അപ്പോൾ ഇതൊക്കെ അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ സെറ്റ് തിയറിയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ലെറ്റ് S = 1a + b/2 given a b element of an integer. അതേപോലെ തന്നെ t1 set t1 = -1 + √2 all raised to n such that n element of natural numbers. t2 = 1 + √2 all raised to n element of natural numbers. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ a + b√2, എയും ബിയും ഏത് ഇൻറ്റിജർ വേണമെങ്കിലും ആവാം. ഓക്കെ, നൗ t1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? t1 എന്ന് പറഞ്ഞാൽ t1 എന്നുള്ളത് n = 1 ആകുമ്പോൾ അതെന്താ വരിക? -1 + √2 വരും അല്ലേ. n = 2 വരുമ്പോൾ -1 + √2 ഹോൾ സ്ക്വയർ വരും അല്ലേ. അപ്പോൾ നമ്മൾ √2 - 1 എന്നുള്ളൊരു നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ √2 എന്നുള്ളത് 1.4 ആണ്. 1.4 - 1 എന്ന് പറഞ്ഞാൽ 0.4 ആണ്. 0.4 raised to n എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് 0.4 കിട്ടും. പിന്നെ 0.4 raised to n എന്ന് പറയുമ്പോൾ ആ നമ്പർ ഇങ്ങനെ ചെറുതായി വരും അല്ലേ. അപ്പോൾ ഇതിൽ ഓരോ നമ്പേഴ്സും ഒരു ഡിക്രീസിങ് ഫാഷനിലാണ് ഇതിലുള്ള ഓരോ നമ്പേഴ്സും പോവുക. നേരെ മറിച്ച് t2 1 + √2 all raised to n ആണ്. n നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് തന്നെ n = 1 കൊടുക്കുമ്പോൾ t2ലെ ഫസ്റ്റ് എലമെന്റ് എന്നുള്ളത് 1 + √2 ആയിരിക്കും അല്ലേ.
അടുത്ത എലമെന്റോ 1+√2 1+1.4 അതായത് 2.4 സ്ക്വയർ. ആ നമ്പർ വലുതായി വരും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഒരു ഇൻക്രീസിങ് ഫാഷനിലായിരിക്കും അത് പോകുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ട്രൂ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് the set of all integers union t1 union t2 is subset of s എന്നുള്ളതാണ്. അപ്പോൾ t1 union t2 നമുക്കറിയാം ഓൾറെഡി സബ്സെറ്റ് ഓഫ് s ആണ്. കാരണം എല്ലാം ഒരു 1/√2 ഒരു 1+√2 എന്നുള്ളൊരു ഫോമിലാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ എക്കും ബിക്കും നമ്മൾ ഓരോ ഇൻറ്റിജേഴ്സിന്റെ വാല്യൂ മാറ്റിയിട്ടാൽ പിന്നെ എന്തിനാണ് ഇവിടെ ഇൻറ്റിജേഴ്സിന്റെ സെറ്റ് യൂണിയൻ ചെയ്തത്? ഇൻ കേസ് ബി ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ, റൈറ്റ്, ഇൻ കേസ് ബി ഈക്വൽ ടു 0 ആവുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇൻറ്റിജേഴ്സ് കൂടി നമുക്ക് വേണം, റൈറ്റ്. അപ്പോൾ ഇതെല്ലാ സെറ്റും കൂടി യൂണിയൻ എടുത്താൽ എന്തായാലും അത് എസ് എന്നുള്ള ആ ഒരു സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. സോ ദിസ് ഈസ് എ റൈറ്റ് ആൻസർ. ഓക്കെ, yes, so this is right. അപ്പോൾ ഇത് മോർ ദാൻ 1 ഓപ്ഷൻ കറക്റ്റ് ആയിരിക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ. നൗ t1 ഇന്റർസെക്ഷൻ 0,12024 ഈ ഒരു സെറ്റ് ഈക്വൽ ടു 5 ആണ്. വേർ 5 ഡിനോട്ട്സ് ദ എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ t1 എന്നുള്ളത് ഓരോ എൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് t1 ഇങ്ങനെ കുറഞ്ഞു വരും. കുറഞ്ഞ് അത് n എലമെന്റ് ഓഫ് എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. കുറഞ്ഞ് സ്വാഭാവികമായിട്ടും 0,1/2024 ഇടയിൽ എത്താം, തീർച്ചയായിട്ടും എത്താം. അപ്പോൾ ഇത് 5 ആവില്ല. there will be some element in this, so option B is wrong. Now option C, t2 intersection 2024, infinity not equal to 5. So t2 എന്നുള്ളത് നമുക്കറിയാം ഇൻക്രീസിംഗ് ആണ്. ഇത് ഇൻക്രീസ് ചെയ്ത് എന്നിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇൻക്രീസ് ചെയ്ത് എങ്ങോട്ട് വേണമെങ്കിലും പോവാം, റൈറ്റ്. സോ t2 യൂണിയൻ 2024, infinity not equal to 5 is a right statement. Now for any given AB element of integers, cos of pi into a plus b root 2 plus I sin pi into a plus b root 2 element of integers if and only if b equal to 0 where I equal to -√1. ഇത് എപ്പോഴാണ് 0 ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ലൈക്ക് എലമെന്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആവുക എന്നുള്ളതാണ്. നമുക്ക് തന്നിട്ടുള്ളത് cos ഓഫ് pi into a plus b root 2 plus I sin of pi into a plus b root 2 അല്ലേ? ഇത് എപ്പോഴാണ് സെറ്റ് ഓഫ് ഇത് ഇൻറ്റിജർ ആവുന്നത്? എപ്പോഴാണ്? ഈ ഒരു ടേം 0 ആവണം. ഈ ഒരു ടേം 0 ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, സൈൻ ഓഫ് സംതിങ് അത് 0 ആണ് അല്ലേ? ഐ വരുന്ന ടേം 0 ആവും, അല്ലെങ്കിൽ ഇതൊരു കോംപ്ലക്സ് ആവും. അപ്പോൾ ഇത് ഇൻറ്റിജർ ആവണം എന്നുണ്ടെങ്കിൽ സൈൻ ഓഫ് എന്താണ്? പൈ a plus b root 2 0 ആവണം. അത് എപ്പോഴാണ് 0 ആവുക? അത് സൈൻ n പൈ ആവുമ്പോഴാണ് 0 ആവുക, വേർ n ഈസ് എൻ ഇൻറ്റിജർ, റൈറ്റ്. അപ്പോൾ a plus b root 2 എന്നുള്ളത് എന്താവണം? ഒരു ഇൻറ്റിജർ ആവണം അല്ലേ? അപ്പോൾ അത് ഇൻറ്റിജർ ആവണം എന്നുണ്ടെങ്കിൽ b ഈക്വൽ ടു എന്താവണം? 0 ആവണം. അല്ലെങ്കിൽ ഇത് എപ്പോഴും ഒരു ഇറാഷണൽ നമ്പർ ആയിട്ട് നിൽക്കും. അത് സൈൻ ഈ ഒരു ടേം എന്നുള്ളത് 0 ആവില്ല. ഓക്കെ, സോ ഇത് എപ്പോഴേ ഇൻറ്റിജർ ആവുള്ളൂ? b ഈക്വൽ ടു 0 ആവുമ്പോൾ മാത്രമേ ഇൻറ്റിജർ ആവുള്ളൂ. ഓക്കെ, സോ ആക്ച്വലി വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം, റൈറ്റ്. അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത് ലെറ്റ് r² ഡിനോട്ട്സ് r ക്രോസ് r. Let S equal to ABC element of R, ax² plus 2bx plus 2bxy plus cy² equal greater than 0 for all xy element of r² minus 0 ordered pair. Which of the following statement is or are true? ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ax² plus 2bxy plus cy² equal to 0 രണ്ട് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ എങ്ങനെ ഒറ്റ വേരിയബിൾ ആക്കാം എന്നുള്ളതാണ്. സോ ax² plus bxy plus cy² ഗ്രേറ്റർ ദാൻ 0നെ ഞാൻ x² കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ത്രൂ ഔട്ട് ഡിവൈഡ് ബൈ x² ഇംപ്ലൈസ് a plus by by x xy by y² x² y by xi plus c y² by x² y by x all square greater than 0. ഇതിനെ ഞാൻ y by x ഈക്വൽ ടു ഞാനൊരു m അല്ലെങ്കിൽ t എന്ന് വിളിക്കുകയാണെങ്കിൽ this is of the form ct square plus bt plus a greater than 0. ct square plus bt plus a greater than 0. This is a quadratic equation
എന്താ പറയുക ഇൻ ദ ടേംസ് ഓഫ് ടി വെർ ടി ഈസ് വൈ ബൈ എക്സ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രത്യേകം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് ഇത് ഏത് രീതിയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്? ഇത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യാത്ത, അതായത് ഇതിൻ്റെ റൂട്ട്സ് ഇല്ലാത്തൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എന്ന് മാത്രമല്ല ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഈ ഫോമിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് കാണാൻ സാധിക്കും. ഈ ഫോമിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം അല്ലേ, കാരണം ഈ ടേം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. രണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് നെഗറ്റീവ് ആയിരിക്കണം, കാരണം ഇതിന് റൂട്ട്സ് ഇല്ല. അപ്പോൾ എന്താ ഡിസ്ക്രിമിനൻ്റ് എന്നുള്ളത്? ബി സ്ക്വയർ മൈനസ് 4ac, റൈറ്റ്? ഇവിടെ ഇവിടെ 2bxy ഉണ്ട് അല്ലേ, 2bxy ഉണ്ട്. ബി സ്ക്വയർ അല്ല, അപ്പോൾ 2b ഹോൾ സ്ക്വയർ മൈനസ് 4ac, റൈറ്റ്? ഇത് ലെസ് ദാൻ 0 ആയിരിക്കണം. അതായത് 4b സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയിരിക്കണം. ബി സ്ക്വയർ ലെസ് ദാൻ ac ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എക്സിസ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓർഡേർഡ് പെയറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പെയർ ഓഫ് എ ബി സി എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ബി സ്ക്വയർ ലെസ് ദാൻ ac ആയിരിക്കണം. അതേപോലെ തന്നെ സി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് 2 7/2 6 എലമെന്റ് ഓഫ് എസ് എന്നുള്ളതാണ്. ഇവിടെ ബി സ്ക്വയർ എന്താ? 7/2 ഹോൾ സ്ക്വയർ. ദിസ് ഈസ് ഈക്വൽ ടു 49/4 അല്ലേ? എന്താണ് എ സി? എ സി ഈക്വൽ ടു 2 × 6 12. ബി സ്ക്വയർ ലെസ് ദാൻ എ സി ആണോ? അല്ല. 49/4 ഗ്രേറ്റർ ദാൻ 12 ആ. 48/4 12 ആയി. 49/4 ഗ്രേറ്റർ ദാൻ 12 ആണ്. അതുകൊണ്ട് ദിസ് ഈസ് റോങ്. ഇതെന്തല്ല? ഇതൊരു റൈറ്റ് ഓപ്ഷൻ അല്ല. ഇനി രണ്ടാമത് പറഞ്ഞുള്ളത് എന്താ? 3b 1/12 എലമെന്റ് ഓഫ് എസ് എന്നുള്ളതാണ്. 3b 1/12. ഇത് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ബി സ്ക്വയർ എന്താ? ബി സ്ക്വയർ ലെസ് ദാൻ എ സി. എ സി എന്ന് പറഞ്ഞാൽ 3 × 1/12 അല്ലേ? അപ്പോൾ ബി സ്ക്വയർ ലെസ് ദാൻ 1/4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4b സ്ക്വയർ ലെസ് ദാൻ 1. അങ്ങനെയാണെങ്കിൽ മോഡ് 2b ലെസ് ദാൻ 1. മോഡ് 2b ലെസ് ദാൻ 1 അതാണ് സെക്കൻഡ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ദെൻ മോഡ് 2b ലെസ് ദാൻ 1. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, അപ്പോൾ ഇത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ഇസ് റൈറ്റ്. നൗ ഓപ്ഷൻ സി, ഫോർ എനി ഗിവൺ എ ബി സി എലമെന്റ് ഓഫ് എസ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ax plus by equal to 1 and bx plus cy equal to -1 has a unique solution. ax plus by equal to 1 ഉം bx plus cy equal to -1 നും ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. ഉണ്ടാവുമോ? നമുക്ക് നോക്കാം. ax plus by equal to 1, bx plus cy equal to -1. ഇതിന് എപ്പോഴാണ് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുക? ഇതിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ a/b നോട്ട് ഈക്വൽ ടു b/c ആവണം അല്ലേ? ഇത് നോട്ട് ഈക്വൽ ടു വൈയുടെ, അതായത് അതൊരു പാരലൽ ലൈനോ അല്ലെങ്കിൽ കോയിൻസൈഡിങ് ലൈനോ ആവാൻ പാടില്ല. a/b നോട്ട് ഈക്വൽ ടു b/c ആണെന്നുണ്ടെങ്കിൽ c ഗ്രേറ്റർ ദാൻ 0 ആണ് നമുക്കറിയാം. രണ്ട് സൈഡിലും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ ac നോട്ട് ഈക്വൽ ടു b സ്ക്വയർ ആവണം അല്ലേ? പക്ഷെ നമുക്കറിയാം എന്ത്? ഗിവൺ b സ്ക്വയർ ലെസ് ദാൻ ac ആണ്. അപ്പോൾ ac നോട്ട് ഈക്വൽ ടു b സ്ക്വയർ ആണ്. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എ ബി സി element of set S ആണ് എന്നുണ്ടെങ്കിൽ it has a unique solution is a right answer. Now for any given ABC element of S the system of linear equation a plus 1 into x plus by equal to 0 and bx plus c plus 1 into y has a unique solution. ഇതും ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റും. എന്താ തന്നിട്ടുള്ളത്? a plus 1 x plus by equal to 0 bx plus c plus 1 y equal to 0. a plus 1 x പ്ലസ് ബി വൈ ഈക്വൽ ടു 0. ഓക്കെ, അതേപോലെ തന്നെ സി പ്ലസ് 1 എക്സ് അല്ലേ? ഒന്ന് നോക്കട്ടെ. ബി എക്സ് പ്ലസ് സി പ്ലസ് 1 വൈ, സോറി, ബി എക്സ് പ്ലസ് സി പ്ലസ് 1 വൈ ഈക്വൽ ടു 0. ഇതിന് എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ എ പ്ലസ് 1 ബൈ ബി നോട്ട് ഈക്വൽ ടു ബി ബൈ സി പ്ലസ് 1. ഇത് നമ്മൾ നോക്കുമ്പോൾ ബി സ്ക്വയർ നോട്ട് ഈക്വൽ ടു സി പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 1 അല്ലേ? ബി സ്ക്വയർ നോട്ട് ഈക്വൽ ടു സി പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 1. നിങ്ങൾ നോക്കിയേ, ഫോർ എനി ഗിവൺ എ ബി സി ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. ഇതിനെപ്പോഴാണ് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുക? ഇതിൻ്റെ റേഷ്യോസ് സെയിം അല്ലാതിരിക്കുമ്പോഴാണ്. നമുക്കറിയാം ബി സ്ക്വയർ ലെസ് ദാൻ എ സി ആണ് അല്ലേ? ബി സ്ക്വയർ
ലെസ് ദാൻ എ സി ആണ് നമുക്കറിയാം. ഓക്കെ, ഇനി നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടെയാണ് ജെയുടെ ട്രിക്സ് ഒക്കെ ആക്ച്വലി വരുന്നത്. ബി സ്ക്വയർ ലെസ് ദാൻ എ സി ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം സി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് അറിയാം. ബി സ്ക്വയർ എന്നുള്ളത് ഇതൊരു പോസിറ്റീവ് നമ്പർ ആണ്, കാരണം സ്ക്വയർ എടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ബി സ്ക്വയർ ലെസ് ദാൻ എ സി ആവണമെങ്കിൽ എ സി പോസിറ്റീവ് ആവണ്ടേ. എ സി പോസിറ്റീവ് ആണെങ്കിൽ സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എയും ഗ്രേറ്റർ ദാൻ 0 ആവണ്ടേ. സി ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇംപ്ലൈസ് എ ആൾസോ എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ബി സ്ക്വയർ ലെസ് ദാൻ എ സി ആവണമെങ്കിൽ സി ഗ്രേറ്റർ ദാൻ 0 ആണ്, എ ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ സി പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 1 സി പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 1 ബി സ്ക്വയറിനേക്കാളും വലുതാവണം, കാരണം സിയും എയും ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിനോട് 1 കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും അടുത്ത നമ്പർ എന്തായിരിക്കും, അത് ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവിടെയും എന്താണ് ഈ ഒരു ഗിവൺ എ ബി സി സച്ച് ദാറ്റ് എ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ബി വൈ, അതേപോലെ ബി എക്സ് പ്ലസ് സി പ്ലസ് 1 ഇൻറ്റു വൈ ഈക്വൽ ടു 0, അതിനും എന്തുണ്ട്, യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കുറച്ചൊരു മെന്റൽ കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, കുറേ ചെയ്യാനല്ല, നമ്മുടെ മനസ്സിൽ നിന്ന് ആ കാര്യങ്ങൾ കണ്ടെത്താൻ, എന്നിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനാണുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 3 ഡയമെൻഷൻ സ്പേസിൽ നിന്നാണ്. അത് തീർച്ചയായിട്ടും അഭിഷർ സാറ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ചെയ്യും. ഓക്കെ, ഹായ് ഗൈസ്, നമ്മൾ വീണ്ടും കാണുകയാണ്. ഓക്കെ, സോ ലെറ്റ് ആർ ക്യൂബ് ഡിനോട്ട് ദ 3 ഡയമെൻഷണൽ സ്പേസ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ മനസ്സിലാക്കാം. സോ ടേക്ക് 2 പോയിന്റ്സ് പി ഈസ് ഈക്വൽ ടു 1 2 3 ആൻഡ് ക്യൂ ഈക്വൽ ടു 4 2 7 എന്നുള്ള 2 പോയിന്റ്സ് ഉണ്ട്. Let distance xy denote the distance between points x and y. Okay, so distance formula നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. So x minus x1 whole square plus y minus y1 whole square plus z minus z1 whole square, അതിൻ്റെ റൂട്ടാണ് ഡിസ്റ്റൻസ് ഫോർമുല. ഓക്കെ, സോ s equal to x element of r cube and distance of xp whole square minus distance of sq whole square is equal to 50 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ t നമുക്ക് തന്നിട്ടുണ്ട് distance of yq whole square minus distance of yp whole square is equal to 50. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക, ഓപ്ഷൻസ് നോക്കുക, അതെല്ലാം ഒരു മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് എന്താ ചെയ്യാം, ആദ്യം എസിൻ്റെ സംഭവം എന്താ കണ്ടുപിടിക്കാം, എസിൻ്റെ ലോകസ് എന്തായിരുന്നു കണ്ടുപിടിക്കാം. സോ ഡിസ്റ്റൻസ് ഓഫ് എക്സ് പി എന്ന് വെച്ചാൽ എന്താ, ഏതൊരു പോയിന്റ് ഉണ്ട് എക്സ്, അതിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്ക് വേറെ ഇതിൽ ചെയ്യാം, പി 1 2 3 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ പി ഈസ് ഈക്വൽ ടു 1 2 3 1 2 3 ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത് 4 2 7. ഓക്കെ, 4 2 7. സോ എസിൻ്റെ സംഭവം നമുക്ക് നോക്കാം, എസിൻ്റെ ലോക്കസ് നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് ഓഫ് എക്സ് പി ഹോൾ സ്ക്വയർ മൈനസ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് ക്യൂ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ എന്താ വന്നിട്ടുള്ളത്, എക്സ് പി ഹോൾ സ്ക്വയർ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 3 ഹോൾ സ്ക്വയർ മൈനസ് ഓഫ് എന്താണ് എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് y minus 2 whole square plus z minus 7 whole square. ഇതാണ് എന്ത് 50ക്ക് ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഈ 2 ടേംസ് നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളത് കൊണ്ട്. സോ നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 പ്ലസ് z സ്ക്വയർ മൈനസ് 6z പ്ലസ് 9 മൈനസ് ഓഫ് എന്തായിരിക്കും എക്സ് സ്ക്വയർ മൈനസ് 8x plus 16 plus z square minus 14z plus 49 is equal to 50. ഓക്കെ, സോ ഇനി ഈ എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയറും നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഈ z സ്ക്വയറും ഈ മൈനസ് z സ്ക്വയറും നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ മൈനസ് 2x ഉണ്ടാവും, മൈനസ് ഓഫ് മൈനസ് 8x ഉണ്ടാവും, അതെന്താവും, അത് 6x ആയി മാറും. ഓക്കെ, ഇനി മൈനസ് 6z ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഓഫ് മൈനസ് 14z ഉണ്ട്, എന്ന് വെച്ചാൽ 14 മൈനസ് 6, സോ 8z വരും. ഓക്കെ, ഇനി ഇവിടെ ബാക്കി എന്ത് വാല്യൂസ് ഉള്ളത്, 1 പ്ലസ് 9 ഇവിടെ 10 വരും, ഇവിടെ ഒരു 16 പ്ലസ് 49 ഉണ്ട്, 16 പ്ലസ് 49 എന്താ വരിക 65 വരും. സോ 10 മൈനസ് 65 എന്താ വരിക, സോറി 10 മൈനസ് 65 എന്ത് വരും, മൈനസ് 55 വരും, ഈസ് ഈക്വൽ ടു 50. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതിന് ഞാൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുക, പക്ഷേ ഇതൊന്നും അവിടെ നോട്ട് ചെയ്ത് വെക്കുക. സോ 6x പ്ലസ് 8z ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ 105 ആവും. ഇതാണ് നമ്മളെ എസ് എന്ന് വെച്ചാൽ, ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എസ് എന്നുള്ള ലോക്കസ്. ഓക്കെ, ഇനി അതുപോലെ ടി എന്നുള്ള ലോക്കസ് കൊടുത്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഓഫ് വൈ ക്യൂ ഹോൾ സ്ക്വയർ മൈനസ് ഡിസ്റ്റൻസ് ഓഫ് വൈ പി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ 50. അപ്പം സൂക്ഷിച്ച് നോക്കുക, ഇതേ സംഭവം
അതിൻ്റെ നേരെ മൈനസ് ആണ് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ വൈ പി ഇങ്ങോട്ട് വന്നു വൈക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എക്സും വൈയും ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, സോ ടി എന്ന് വെച്ചാൽ എന്താകുമെന്നറിയോ? ഇതേ സംഭവമില്ലേ അതിൻ്റെ നേരെ നെഗറ്റീവ്. ഞാൻ അവിടെ നെഗറ്റീവ് ഇടില്ല, പകരം ഇവിടെ നെഗറ്റീവ് ഇടുമ്പോൾ സോ 6x plus 8z minus 55 is equal to എന്തായിരിക്കും? -50 ആയിരിക്കും. ഓക്കെ, ഈ 55 ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? 6x plus 8z is equal to 55 minus 55 ആയിരിക്കും. ഇതാണ് നമ്മളെ ടി എന്ന ലോക്കസ്. എന്ന് വെച്ചാൽ ഇത് രണ്ടും എന്താണ്? ax plus by plus c equal to 0 എന്നുള്ള ഫോർമാറ്റാണ്. അതെന്താ നമുക്കറിയാം, അതൊരു പ്ലെയിൻ ആണ്. ഇത് രണ്ടും എ ബി സി വാല്യൂസ് സെയിം ആണ്, ലാസ്റ്റ് ഡി വാല്യൂ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് പ്ലെയിൻസും പാരലലാണ്. ഓക്കെ, ഇതാണ് ഒരു പ്ലെയിൻ. എന്താണിത്? ഇത് എസ്. ഓക്കെ, ഈ രണ്ടാമത്തെ പ്ലെയിൻ ഏതാ? ഇതാണ് രണ്ടാമത്തെ പ്ലെയിൻ. ഇതാണ് ടി എന്നുള്ള പ്ലെയിൻ. ഓക്കെ, രണ്ട് പ്ലെയിൻസും എന്താണ്? വാല്യൂം കൂടി ഏതാ? 6x plus 8z is equal to 5. ഇത് 6x plus 8z is equal to 105. ഓക്കെ, ഇതാണ് രണ്ട് പ്ലെയിൻസ്. ഇത് രണ്ടും പാരലലാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ചോദിച്ചിരിക്കണം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. There is a triangle whose area is 1 and all of whose vertices are from S എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ എസ് എന്നുള്ള സംഭവമില്ലേ, ഇതാണ് നമ്മുടെ എസ്. ഇതിൽ ഒരു ട്രയാങ്കിൾ പോസിബിൾ ആണ് സച്ച് ദാറ്റ് അതിൻ്റെ ഏരിയ 1 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പോസിബിൾ ആണോ? വളരെ സിമ്പിളാണ്, അത് പോസിബിൾ ആണ്. കാരണം ഒരു പ്ലെയിനിൽ എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എല്ലാ ട്രയാങ്കിൾസിൻ്റെ എല്ലാ വെർട്ടിസസും ആ പ്ലെയിനിൽ തന്നെ ലൈ ചെയ്യും. അതിൻ്റെ ഏരിയ എന്ത് എടുത്തുകൊണ്ട് നമുക്ക് എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും വരക്കാം. സോ എ ഓപ്ഷൻ കറക്റ്റാണ്, ഈ ഓപ്ഷൻ കറക്റ്റാണ്. ഇനി ബി ഓപ്ഷൻ നോക്കാം. There are two distinct points L and M in T such that each point on the line segment LM is also on T എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ രണ്ട് പോയിന്റ് ഉണ്ട് L and M T എന്നുള്ള പ്ലെയിനിൽ. ഓക്കെ, താഴത്തെ പ്ലെയിനിൽ such that each point on the line segment LM is on the T. എന്ന് വെച്ചാൽ ഈ ഒരു പ്ലെയിനിൽ ഒരു LM എന്നുള്ള ഒരു ലൈൻ ഉണ്ട്, ഒരു LM എന്നുള്ള ഒരു ലൈൻ ഉണ്ട് such that Lൻ്റെ എമ്മിൻ്റെ ലൈൻ സെഗ്മെൻറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സും ടിയിൽ ലൈൻ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഈ പ്ലെയിനിൽ ഒരു ലൈൻ പോസിബിൾ ആണ്. എന്ന് വെച്ചാൽ ഒരുപാട് ലൈൻസ് ഉണ്ട്. ഏത് ലൈൻസ് എടുത്താലും ആ അതിലുള്ള ഈ ലൈൻ സെഗ്മെൻറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സും ആ പ്ലെയിനിൽ തന്നെ കിടക്കും. എന്ന് വെച്ചാൽ ചോദ്യം ചോദിച്ചെന്താണെന്ന് വെച്ചാൽ ഒരു പ്ലെയിനിൽ ഒരു ലൈൻ ഉണ്ടോ എന്നാണ്, ഒരു ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഒന്ന് ചിന്തിച്ചാൽ വളരെ സിമ്പിളുമാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. There are infinitely many rectangles of perimeter 48, two of whose vertices are from S and other two vertices are from T എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ ഇതിൽ ഒരു രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്, ഇതിൽ രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്. അവർ വെച്ചുകൊണ്ട് 48 പെരിമീറ്റർ ഉള്ള ഒരു എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഒരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം കാര്യം ചെയ്യാം, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് പാരലൽ ലൈൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താ? ax plus by plus c equal to cz equal to d എന്നുള്ള ഒരു പ്ലെയിന്, മറ്റേത് ax plus by plus cx equal to d2 എന്നുള്ളൊരു പ്ലെയിന്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു d1 minus d2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ. ഓക്കെ, സോ d1 minus d2 എന്താ? 105 minus 5 ഡിവൈഡഡ് ബൈ എന്താണ്? റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. ഓക്കെ, സോ 105 minus 5 എന്ന് വെച്ചാൽ 100 ആണ്, ഡിവൈഡഡ് ബൈ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം, അത് 10 ആണ്. സോ 10 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചാൽ 10 ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? There are infinitely many rectangles of perimeter 48, two of whose vertices are from S and other two from vertices T. സോ ഇത് 10 ആണെന്ന് നമുക്കറിയാം. ഇവിടെ രണ്ട് പോയിന്റ് വെക്കാണ്, ഇവിടെ രണ്ട് പോയിന്റ് വെക്കാണ്. അവർ തമ്മിലുള്ള അവരുടെ ആ ഒരു ഉണ്ടാക്കുന്ന റെക്റ്റാങ്കിളിലെ പെരിമീറ്റർ എന്തായിരിക്കും? സോ 48 ഈസ് ഈക്വൽ ടു 2 × L plus P, 2 × 10 പ്ലസ് ആ ബ്രെഡ്ത്ത്. ഇതെന്ത് വരും? മറ്റേ വാല്യൂ
12 ആണെങ്കിൽ നമുക്കിവിടെ കറക്റ്റ് വാല്യൂ കിട്ടും. സോ ആ 12 വരാമെന്ന് വെച്ചാൽ ഇവിടെ ഒരു 12 ലെങ്ത് ഉള്ള ഒരു ലൈൻ എടുത്താൽ മതി, ഇവിടെയും 12 ലെങ്ത് ഉള്ള ഒരു ലൈൻ എടുത്താൽ മതി. അവർ തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് സി ഓപ്ഷനിലുള്ള റെക്റ്റാങ്കിൾ കിട്ടും. സോ സി ഓപ്ഷനും റൈറ്റ് ആണ്. സി ഓപ്ഷനും കറക്റ്റ് ആണ്. സോ ഡി ഓപ്ഷൻ നോക്കുക. ദർ ഇസ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 48, 2 of whose vertices are from S and other 2 vertices are from T. നമുക്ക് നോക്കാം. സോ 48 പെരിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. 48 പെരിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ സൈഡിൻ ലെങ്ത് എന്തായിരിക്കും? 48 ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ 12 ആയിരിക്കും. സോ ഇവിടെ 12 സൈഡ് ലെങ്ത് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? സൂക്ഷിച്ച് നോക്കുക, പറ്റുമെന്നാണ് ആൻസർ. ഇവിടെ 12 എടുക്കുക, ഇവിടെ 12 എടുക്കുക, ഇതിങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു 12 കൺസിഡർ ചെയ്താൽ നമുക്കവിടെ ഒരു സ്ക്വയർ പോസിബിളാണ്. ഇത് 12 എടുക്കുക, ഇത് 12 എടുക്കുക, നേരെ നോക്കിയാൽ അവർ 10 മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഒബ്ലിക്കായിട്ട് നമുക്കൊരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, 48 പെരിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ. ഓക്കെ, സോ പെട്ടെന്ന് നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. അവരെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് ചെയ്യാതെ വിട്ടാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് 3 മാർക്ക് അവിടെ കിട്ടും. ഇത് ചെയ്താൽ 4 മാർക്ക് കിട്ടും. ആ 1 മാർക്കിൻ്റെ വ്യത്യാസം മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ഓക്കെ, എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ഞാൻ അജ്മൽ സാറിന് കൈമാറി. യെസ്, അപ്പോൾ ഇത് ആക്ച്വലി ഒരു ബേസിക് അരിത്മെറ്റിക്സ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എ ഈക്വൽ ടു 3√2, ബി ഈക്വൽ ടു 1/5√1/6, 5⁻1/6 √6. അങ്ങനെ x comma y is a real number such that 3x plus 2y equal to log of 18⁵ to the base a, 2x minus y equal to log of square root of 1080 to the base b. അങ്ങനെയാണെങ്കിൽ 4x plus 5y എന്താണ്? അപ്പോൾ ബേസിക്കലി നമ്മളെ കുറേ ട്രിക്ക് ചെയ്യാനുള്ള കുറേ നമ്പേഴ്സാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം a ഈക്വൽ ടു 3√2 ആണ്. നമ്മൾ ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ 18ൻ്റെ ലോഗാണ് എടുക്കേണ്ടത്. അപ്പോൾ എനെ നമുക്ക് 18ൻ്റെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. നമുക്കറിയാം a ഈക്വൽ ടു 3√2 ആണ്. അപ്പോൾ 3√2ൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 3 × 3 9, √2 × √2 2, 9 × 2 18. അപ്പോൾ ഇത് ആക്ച്വലി സ്ക്വയർ റൂട്ട് ഓഫ് 18 ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 18 ആണ്. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി ഈക്വൽ ടു 1/5⁻1/6 ആൻഡ് 6⁻1/2 എന്ന് എഴുതി, √6നെ ഞാൻ. ദിസ് ഈസ് ഈക്വൽ ടു 5⁻⁻1/6, 6⁻⁻1/2. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഒരേ പവറിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും, റൈറ്റ്? ദിസ് ഈസ് ഈക്വൽ ടു 5⁻⁻1/6 ഇൻറ്റു 6⁻3/6 എന്ന് എഴുതി, 6⁻3/6 എന്ന് എഴുതി. ഇനി നിങ്ങൾ നോക്കിക്കേ, ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 5⁻1/6 ഇൻറ്റു 6⁻1/6 ഇൻറ്റു 6⁻2/6 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, 6⁻- അല്ലെങ്കിൽ 6⁻1/6, 6⁻, ഒരു മിനിറ്റ്, ദിസ് ഈസ് ഈക്വൽ ടു 6⁻1/6 ഹോൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നൗ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ 5 ഇൻറ്റു 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ 216. 6 ക്യൂബ് ഇൻറ്റു 5 എത്രയാ? 6 ക്യൂബ് ഇൻറ്റു 5 ഈക്വൽ ടു 1080 ആണ്. അപ്പോൾ നമുക്കുള്ള ഈ 1080ൻ്റെ ടേംസിലോട്ട് നമ്മൾ ഇതിനെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇത് 5 ഇൻറ്റു 6 ക്യൂബ് ഹോൾ റേസ് ടു -1/6 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 5 ഇൻറ്റു 6 ക്യൂബ് ഹോൾ റേസ് ടു -1/6. ഓക്കെ, ദിസ് ഈസ് 1080 റേസ് ടു -1/6. ഇനി നമുക്കിത് രണ്ടിനും നമ്മൾ നോക്കുകയാണെങ്കിൽ log of 18 raised to 5/4 to the base 18 √18. a എന്ന് പറഞ്ഞാൽ √18 ആണ്, അവിടെ നമ്മൾ കണ്ടു. 18 raised to 1/2. ഇത് എത്രയാ? ദിസ് ഈസ് ഈക്വൽ ടു 5/4/1/2 log 18 to the base 18. അപ്പോൾ ഇവിടെ ഈ ടേമിനെയും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ 5/4/1/2 എന്നുള്ളത് 5/2 log 18 എത്രയാ? log 18 to the base 18 1. 5/2 is the answer. Now അടുത്ത ലോഗ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ log of b, log 1080
all raised to 1 by 2 to the base 1080. B എന്ന് പറഞ്ഞാൽ all raised to 1 by 6. This is equal to 1 by 2 by minus 1 by 6 log 1080 to the base 1080. This is equal to minus 3 log 1080 to the base 1080 minus 3 എന്ന് കാണാൻ പറ്റും. അപ്പോൾ 3x plus 2y എന്താ? 3x plus 2y 3x plus 2y നമുക്ക് 3x plus 2y equal to നമുക്കിവിടെ അറിയാം 3x plus 2y equal to 5 by 2. 3x plus 2y equal to 5 by 2. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? രണ്ടാമത്തെ ഇക്വേഷൻ 2x minus y equal to minus 3. 2x minus y equal to minus 3. ഇത് ബേസിക്കലി സോൾവ് ചെയ്താൽ മതി. സിമ്പിൾ ലീനിയർ ഇക്വേഷനായി. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഇക്വേഷനെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷൻ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇംപ്ലൈസ് ഈ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മേലത്തെ ഇക്വേഷൻ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. താഴത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മേലത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x plus 4y equal to 5. ഓക്കെ, താഴത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6x minus 3y equal to minus 9. ഇനി ഈ രണ്ട് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6x minus 6x 0, 4y minus minus 3y 7y, 5 minus minus 9 equal to 14. അപ്പോൾ നമുക്ക് y equal to 2 കിട്ടും. y equal to 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താടാ? ഈ എക്സിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 into x minus 2 equal to minus 3. 2x equal to 2 minus 3. 2 minus 3 അല്ലേ? ഈക്വൽ ടു -1, എക്സ് ഈക്വൽ ടു -1 by 2. അങ്ങനെയാണെങ്കിൽ നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മോട് ചോദിച്ചിട്ടുള്ളത് 4x plus 5y ആണ്. 4x plus 5y equal to 4x plus 5y equal to 4 into -1 by 2 plus 5 into y, 5 into 2. 4 into -1 by 2 -2 plus 5 into 2 10 equal to 8 is the റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ആക്ച്വലി വളരെ ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ അഭിഷർ സാർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് റേസ് ടു 4 പ്ലസ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി ബി എ പോളിനോമിയൽ. ഇതൊരു പോളിനോമിയലാണ് വിത്ത് റിയൽ കോഎഫിഷ്യൻ സച്ച് ദാറ്റ് എഫ് ഓഫ് 1 ഈസ് ഇക്വൽ ടു -10. സോ എഫ് ഓഫ് 1 കൊടുത്താൽ നമുക്ക് -9 ആയിരിക്കും കിട്ടുക. കോഎഫിഷ്യൻസ് എല്ലാം റിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എ ബി സി എല്ലാം റിയൽ ആണ്. അവർക്ക് ഐ എന്നുള്ള പാട്ടൊന്നുമില്ല, കാണാൻ പറ്റാത്ത നമ്പേഴ്സ് ഒന്നുമില്ല, എല്ലാം കാണാൻ പറ്റുന്ന നമ്പേഴ്സാണ്. ഓക്കെ, സോ നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. സോ എക്സ് റേസ് ടു എക്സ് റേസ് ടു 4 പ്ലസ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി ആണ് പറഞ്ഞിട്ടുള്ളത് ഈ പോളിനോമിയൽ. ഞാൻ ഇതിന് 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കാൻ പോവാണ്. സോ എഫ് ഓഫ് 1 ഈസ് ഇക്വൽ ടു, അതായത് 9 ഈസ് ഇക്വൽ ടു എന്താണ്? ഇതിന് 1 കൊടുത്തു 1 പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി. സോ എ പ്ലസ് ബി പ്ലസ് സി എന്താണെന്ന് കിട്ടി നമുക്ക്? എന്താണ് -9 എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ എ പ്ലസ് ബി പ്ലസ് സി -10 എന്ന് കിട്ടി. ഓക്കെ, സോ i√3 എന്നുള്ളത് എന്താണ്? ഈ ഇക്വേഷൻ്റെ റൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഇക്വേഷൻ ഒന്ന് സൂക്ഷിച്ച് നോക്കുക. അതിൽ നേരെ i√3 അങ്ങ് പോയി ഇടരുത്. അതിന് പകരം നോക്കുക, ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ഇതിന് എന്തില്ല? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഇല്ല. സോ എന്താണ് ഇതിൻ്റെ മീനിങ്? ഇതിൽ എക്സ് ഈക്വൽ 0 എന്നുള്ള ഒരു റൂട്ടാണ്. സോ ആ എക്സ് ഈക്വൽ 0 എന്നുള്ള ആ റൂട്ട് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പുറത്തെടുത്തുകൊണ്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. സോ 4x² പ്ലസ് 3a എക്സ് സ്ക്വയർ പ്ലസ് 2b ഈക്വൽ 0. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടാവുന്നതല്ല, അത് എക്സ് മാത്രമായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ റൂട്ടുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? i√3 എന്നുള്ളത് അതിൻ്റെ ഒരു റൂട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നേരെ i√3 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 4 into x², ഇതിൻ്റെ സ്ക്വയർ എന്താ? അത് -3 ആണ്. സോ 4 into -3. ഓക്കെ, റൂട്ടിൻ്റെ സ്ക്വയർ 3, ഐൻ്റെ സ്ക്വയർ -1. സോ 4 into -3 പ്ലസ് 3a into x. 3a into x എന്ത് വരും? 3√3a വരും. പ്ലസ് 2b നമുക്ക് അതുപോലെ തന്നെ എഴുതാം. 2b ഈക്വൽ ടു 0. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതൊരു റിയൽ പാർട്ടാണ്. റിയൽ പാർട്ടുകളെ നമുക്ക് ഒരുമിച്ച് എഴുതാം. സോ -12 പ്ലസ് 2b പ്ലസ് 3√3
എ ഐ ഈക്വൽ 0. സോ ഒരു കോംപ്ലക്സ് നമ്പർ ഈക്വൽ 0 എന്ന് വെച്ചാൽ അതിൻ്റെ റിയൽ പാർട്ടും 0 ആയിരിക്കും, അതിൻ്റെ ഇമാജിനറി പാർട്ടും 0 ആയിരിക്കും എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് നോക്കാൻ മനസ്സിലാക്കാം എ ഈക്വൽ ടു 0 ആണ്. സോ എ ഈക്വൽ ടു 0. ഇനി നമുക്ക് ബി പാർട്ട് നോക്കാം. -12 പ്ലസ് 2b 0 ആണെങ്കിൽ ബീൻ്റെ വാല്യൂ എന്താ നമുക്കറിയാം, ബീൻ്റെ വാല്യൂ 6 ആണ്. ഓക്കെ, ബീൻ്റെ വാല്യൂ 6 ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സീൻ്റെ വാല്യൂ കൂടി കിട്ടും. സോ 0 പ്ലസ് 6 പ്ലസ് സി ഈസ് ഈക്വൽ ടു -10. സോ സീൻ്റെ വാല്യൂ എന്താ, അത് -16 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി സി എന്നുള്ള വാല്യൂസ് കിട്ടി. അടുത്തൊരു നോക്കാം, എന്താ പറഞ്ഞിട്ടുള്ളത്, ഇഫ് α1 α2 α3 α4 ആർ ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ 0. എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ഏതാ, ഇത് ഈക്വൽ 0. ഇതൊരു പോളിനോമിയലാണ്, അത് ഈക്വൽ 0 ഇട്ടാൽ അതൊരു ഇക്വേഷനായി മാറി. അപ്പോൾ സൂക്ഷിക്കുക. സോ ഈ α1 ഹോൾ സ്ക്വയർ പ്ലസ് α2 ഹോൾ സ്ക്വയർ പ്ലസ് α3 ഹോൾ സ്ക്വയർ പ്ലസ് α4 ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ മോഡുലസ് ഇട്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് എന്താ ചെയ്യുക, ഈ എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് എ ബി സിൻ്റെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. സോ എഫ് ഓഫ് എക്സ് എന്താ, എക്സ് റൈസ് ടു 4 പ്ലസ് എൻ്റെ വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം. സോ ആ ഒരു ടേം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് ബി എക്സ് സ്ക്വയർ, ബീൻ്റെ വാല്യൂ എന്താ 6 ആണ്. സോ 6x സ്ക്വയർ പ്ലസ് സീൻ്റെ വാല്യൂ എന്താ -16 ഈക്വൽ ടു 0. ഇനി നമ്മളെന്താ ചെയ്യുക, ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, എക്സ് സ്ക്വയർ ആണ് അവിടുത്തെ വേരിയബിൾ നോക്കുക. സോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഞാൻ വേറെ ഇതിലേക്ക് എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് എന്തായിരിക്കും 6x സ്ക്വയർ എക്സ് റൈസ് ടു 4 പ്ലസ് 6x സ്ക്വയർ -16 ഈക്വൽ ടു 0. സോ എക്സ് സ്ക്വയർ എന്തായിരിക്കും, -6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 36 പ്ലസ് 4 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ 64 ആയിരിക്കും, ഡിവൈഡഡ് ബൈ 2. സോ -6 പ്ലസ് ഓർ മൈനസ് ഇത് 100 ആയിരിക്കും, 100 റൂട്ട് 10 ആയിരിക്കും, ഡിവൈഡഡ് ബൈ 2. സോ -6 -16 ബൈ 2 എന്ന് വെച്ചാൽ -8 വരാം, ഓർ എന്ത് വരാം വാല്യൂ, -6 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 10 - 6, അപ്പോൾ എന്ത് വരും, 4/2 വരും, 2ഉം വരാം. സോ എന്തൊക്കെ വാല്യൂസ് വരാം, -8ഉം വരാം, 2ഉം വരാം. എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 8 എന്നുള്ളത് -8 എന്നുള്ള ഒരു വാല്യൂ, എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 എന്നുള്ള ഒരു വാല്യൂ. ഇനി ഇതിൻ്റെ വാല്യൂസ് എടുത്താൽ നമുക്ക് എന്ത് വരും, ഇതിൻ്റെ വാല്യൂസ് എന്ത് വരും, എക്സ് ഈക്വൽ ടു 2√8 ഇൻറ്റു ഐ വരും. ഇതാണ് നമ്മളെ α1 എന്ന് എടുക്കുക. α2 എന്ത് വരും, -√8 ഇൻറ്റു ഐ. ഓക്കെ, ഇനി ഇവിടെ എന്താ വരിക, α3 എന്താ വരിക, √2 വരും, α4 വരും എന്ത്, -√2. ഇനി നമ്മളോട് എന്താ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, α1ൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ എടുക്കുക, α2ൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ എടുക്കുക, α3ൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ എടുക്കുക, α4ൻ്റെ മോഡുലസിൻ്റെ സ്ക്വയർ എടുക്കുക, എല്ലാം കൂടി ആഡ് ചെയ്യാം. ഇതിൻ്റെ മോഡുലസ് എടുത്താൽ നമുക്ക് √8 മാത്രമാണ് കിട്ടുക, അതിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് 8 കിട്ടും. ഇതിൻ്റെ മോഡുലസ് എടുത്താൽ നമുക്ക് √8 മാത്രമാണ് കിട്ടുക, അതിൻ്റെ സ്ക്വയർ എടുത്താൽ 8 കിട്ടും. അവിടെ കേസ് എങ്ങനെ, അതിൻ്റെ സ്ക്വയർ എടുത്താൽ 2 കിട്ടും, α4ൻ്റെ അതുപോലെ എടുത്താൽ നമുക്ക് 2 കിട്ടും. സോ എല്ലാം കൂടി ആഡ് ചെയ്താൽ 20 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, 20 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, സിമ്പിളാണ്, നേരെ ചെയ്തു പോയാൽ മതി. ഇതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിക്കാരം അഡ്വാൻസിനെ ചോദിക്കുക. ഓക്കെ, അപ്പം എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ലെറ്റ് എസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു അങ്ങനെ ഒരു മെട്രിക്സ് 3/3 മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എ ബി സി ഡി എന്തായിരിക്കും, 0 1 മാത്രമേ ആയിരിക്കുള്ളൂ. ആൻഡ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ എലമെൻറ്റ് ഓഫ് -1 and 1. ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും, -1 അല്ലെങ്കിൽ 1 മാത്രമായിരിക്കും. ഇതൊരു സെറ്റാണ്. ഓക്കെ, ഡിറ്റർമിനൻറ്റ് എ ഡിനോട്ട്സ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. ഓക്കെ, then the number of elements in S ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ എത്ര എലമെൻറ്റ്സ് ആയിരിക്കും പോസിബിൾ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്ക് കണ്ടുനോക്കാം. സോ 0 ഇൻറ്റു കണ്ട ആവശ്യമില്ല, -1 ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇസ് ഇക്വൽ ടു -1 ഇൻറ്റു എന്തായിരിക്കും, 1 ഇൻറ്റു ഇ മൈനസ് ബി സി പ്ലസ് 1 ഇൻറ്റു ഡി മൈനസ് എ സി. ഓക്കെ, സോ എന്തായിരിക്കും, ബി സി മൈനസ് ഇ പ്ലസ് ഡി മൈനസ് എ സി. സോ നമുക്ക് കോമൺ എടുത്താൽ എന്ത് കിട്ടും, ഈ ബി സി കോമൺ ആണ്.
സോ ബി മൈനസ് എ ഇൻറ്റു സി കിട്ടും പ്ലസ് 1 ഇ മൈനസ് ബി സി കറക്റ്റാണ്, ഡി ഇൻറ്റു ഡി മൈനസ് എ സിയും കറക്റ്റാണ്. ഓക്കെ, ബി സി മൈനസ് സി പ്ലസ് ടി ബി. സോ ബി മൈനസ് സി ഇൻറ്റു ഡി പ്ലസ് ഡി മൈനസ് ഇ. ഓക്കെ, കുഴപ്പമില്ല. ഡിറ്റർമിനൻ്റ് ഡി ഇങ്ങനെയാണ്. സോ ഈ വാല്യൂ എന്താ വന്നാ പറഞ്ഞിട്ടുള്ളത്? ഇത് എലമെൻറ്റ് ഓഫ് എന്തായിരിക്കും? -1, 1 ആയിരിക്കും. ഈ വാല്യൂവിന് -1 വരാം, 1 വരാം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. സോ ബി മൈനസ് എ ഇൻറ്റു സി പ്ലസ് ഡി മൈനസ് എ ഇ ആയിരിക്കും ഇതിൻ്റെ സംഭവം. ബി മൈനസ് എ ഇൻറ്റു സി പ്ലസ് ഡി മൈനസ് ഇ. ഇത് 1 ഓർ -1. സോ ഫസ്റ്റ് നമ്മൾ 1 എന്നുള്ള കേസ് എടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കേസ് വരാം? ബി മൈനസ് എ ഇൻറ്റു സി ഒരു വാല്യൂ, ഡി മൈനസ് ഇ വേറൊരു വാല്യൂ. ഇത് 1 ആവണമെങ്കിൽ എന്തൊക്കെ വാല്യൂസ് വരും? ഇത് ഫുള്ള് സി വരാം, ഇത് ഫുള്ള് 0 വരാം, ഇത് ഫുള്ള് 1 വരാം. ഓക്കെ, ഇതാണ് 1 വരാനുള്ള ഒരു കേസ്. അല്ലെങ്കിൽ ഇത് മൊത്തം 1 വരാം, ഇത് മൊത്തം 0 വരാം. ഇതാണ് വേറെ ഒരു കേസ്. ഈ കേസ് എത്ര എണ്ണം ഉണ്ടാവും നോക്കാം. ഇനി അതുപോലെ നമുക്ക് മറ്റേത് മാർക്ക് ചെയ്യാം. ബി മൈനസ് എ ഇൻറ്റു സി ഡി മൈനസ് ഇ മറ്റേ കേസ്. സോ എന്തൊക്കെ വരാം? ഇവിടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ -1 0 വരാം, അല്ലെങ്കിൽ 0 -1 വരാം. ഓക്കെ, ഇത് എത്ര കേസ് ഉണ്ടാവും നോക്കാം. ഫസ്റ്റ് കേസ് നോക്കാം. ഡി മൈനസ് ഇ ഈക്വൽ ടു 1 ആവാനുള്ള ഒരൊറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. അത് ഡി 1 ആകുമ്പോഴും ഇ 0 ആകുമ്പോഴാണ്. വേറെ ഒരു വാല്യൂസിനും അത് 1 ഉണ്ടാവില്ല. ഇനി ഈ കേസ് നോക്കുക. ബി മൈനസ് എ ഇൻറ്റു സി എത്ര വാല്യൂസ് വരും? 0 ആവാനുള്ള എന്തൊക്കെ കേസ് വരും? ഫസ്റ്റ് സിക്ക് 0 കൊടുത്താൽ നമുക്ക് ബിക്കും എക്കും എന്തൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും? ഇവിടെ 2 വാല്യൂ കൊടുക്കാൻ പറ്റും, ഇവിടെ 2 വാല്യൂയും കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ടോട്ടൽ 4 പോസിബിലിറ്റീസ് ഉണ്ട് സീൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ. സോ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. സി ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ കേസ് എത്ര ഉണ്ടാവും? ഇവിടെ 1 വരാം, ഇവിടെ 0 വരാം, ഇവിടെ 1 വരാം, 0 വരാം, ഇത് വരാം. അപ്പോൾ ഇത് 4 വാല്യൂസ് ഉണ്ടാവും. ഇനി ബി മൈനസ് എ 0 ആവുകയാണെങ്കിൽ ബി മൈനസ് എ 0 വരുന്ന കേസ് എന്തൊക്കെ ഉണ്ടാവും? ബിക്കും എക്കും 1 വരാം, അല്ലെങ്കിൽ ബിക്കും എക്കും 0 വരാം. ആ 2 കേസിലും ഇത് സാറ്റിസ്ഫൈഡ് ആവും. സോ ഇത് 2 വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. സോ 4 + 2 ഇത് മൊത്തം 6 വേസ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഓക്കെ, ഇനി ബി മൈനസ് എ ഇൻറ്റു സി 1 ആവണ കേസ് എന്ന് വെച്ചാൽ സി ഒരിക്കലും 0 ആവാൻ പറ്റില്ല. സി എപ്പോഴും 1 തന്നെ ആയിരിക്കണം. സി 1 ആണ്. സോ ബി മൈനസ് എ 1 ആവാനുള്ള ഒരൊറ്റ കേസേ ഉള്ളൂ. അതെന്താണ്? എൻ്റെ വാല്യൂ 0 ആകണം, ബീൻ്റെ വാല്യൂ 1 ആകണം. ആ ഒരു കേസിൽ മാത്രമേ ഇത് 1 വരുള്ളൂ. ഇനി ഈ കേസ് നോക്കുക. ഡി മൈനസ് ഇ 0 ആവണം എന്തൊക്കെ കേസ് ഉണ്ടാവും? 2 കേസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഡി 1 ആകാം, ഇ 1 ആകാം, ഡിയും ഇയും 0 ആകാം. ആ 2 കേസിലും ഇത് 0 വരാം. സോ ഇത് 2 വേസ് ആണുള്ളത്. സോ ഇതിൻ്റെ കൂടി ആഡ് ചെയ്താൽ എത്ര വേസ് ഉണ്ടാവും? 8 വേസ് ഉണ്ടാവും. ഇനി ഇത് ചെയ്താലും നിങ്ങൾക്ക് അതേ സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ചെയ്താൽ നമുക്ക് അതേ സംഭവം തന്നെ കിട്ടുക. അതും 8 വേസ് തന്നെയാണ്. സോ 2 കൂടി ആഡ് ചെയ്താൽ എത്ര വേസ് ഉണ്ടാവും? 16 വേസ് ആയിരിക്കും നമ്മുടെ ആൻസർ. 16 വേസ് ആയിരിക്കും നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ചിന്തിച്ച് പോയാൽ മതി. ചിന്തിക്കാൻ ഒരു തോന്നലുണ്ടാവണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ. A group of 9 students S1, S2 to S8 is to be divided to form 3 teams X, Y, Z of sizes 2, 3, 4 respectively. എന്ന് വെച്ചാൽ 9 സ്റ്റുഡൻസ് ഉണ്ട്. S1 മുതൽ S9 വരെ. എന്ത് സംഭവിക്കും? X, Y, Z എന്നുള്ളത് 2, 3, 4 ടീംസിലേക്ക് മാറ്റാം. സോ X ഉണ്ട്, Y ഉണ്ട്, Z ഉണ്ട്. വെറുതെ 2 കുട്ടികളാണ് ഇവിടെ മാക്സിമം. ഇവിടെ 3 കുട്ടികളാണ്, ഇവിടെ 4 കുട്ടികളാണ്. സോ suppose that S1 cannot be selected for the team X and S2 cannot be selected for the team Y. Okay, then the number of ways to form such teams എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്ന പറയാം. നമ്മൾ ഫുള്ള് കോൺഫിഗറേഷൻ നോക്കുകയാണ്, ഫുൾ സെലക്ഷൻ അറേഞ്ച്മെൻറ്റ് നോക്കുകയാണ്. അതിൽ നിന്നും S1 Xലേക്ക് വരുന്ന കേസും S2 Yയിലേക്ക് വരുന്ന കേസും നമ്മൾ ഒഴിവാക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ ഫുൾ ടോട്ടൽ വാല്യൂ എന്തായിരിക്കും? ടോട്ടൽ വാല്യൂ എന്തായിരിക്കും നമുക്കറിയാം. അതെന്തായിരിക്കും? അത് ടോട്ടൽ 9 കുട്ടികളാണ്. അവരെ 2ലേക്കും 3ലേക്കും 4 ഡിവൈഡ് ചെയ്യാനുള്ള
ടോട്ടൽ അറേഞ്ച്മെൻറ്റ് എന്ന് വെച്ചാൽ ഓർ സെലക്ഷൻ എന്ന് വെച്ചാൽ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ, അതിൽ നിന്നും നമ്മൾ എന്താണ് മൈനസ് ചെയ്യേണ്ടത്? എക്സിൽ S1 എലമെൻറ്റ് ഓഫ് എക്സ് എന്നുള്ള കേസാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. വേറെ ഏതാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്? S2 എലമെൻറ്റ് ഓഫ് വൈ. ഈ രണ്ട് കേസുമാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ S1 എലമെൻറ്റ് ഓഫ് എക്സ് എന്നുള്ള കേസ് എന്തായിരിക്കും? അത് S1 എക്സിലുള്ളത് ആയിരിക്കും. ബാക്കി 8 കുട്ടികളെ നമ്മൾ അറേഞ്ച് ചെയ്താൽ മതി. സോ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഈ എക്സിൽ നമ്മൾ ഓൾറെഡി S1 ഉണ്ട്, ബാക്കി അതിലേക്ക് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സോ 1 ഫാക്ടോറിയൽ ഇൻറ്റു എന്തായിരിക്കും? ബാക്കി അതുപോലെ തന്നെ വരും 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ പ്ലസ് ഇനി നമുക്ക് എന്താ ചെയ്യുക? S2 വൈയിലുള്ള കേസ് നോക്കാം. സോ S2 വൈയിലുള്ള കേസ് ഏതാ? 8 ഫാക്ടോറിയൽ. 8 കുട്ടികളെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഈ വൈയിൽ 3 കുട്ടികളാണ് ടോട്ടൽ, അതിൽ ഒരു കുട്ടി ഓൾറെഡി അറേഞ്ച്ഡാണ്. സോ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി നമ്മൾ S1 എക്സിലുള്ള കേസ് എടുത്തു, S2 വൈയിലുള്ള കേസ് എടുത്തു. ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ മറന്നുപോയൊരു സംഭവമുണ്ട്. S1 എക്സിലുള്ള കേസും S2 വൈയിലുള്ള കേസും എന്ന് വെച്ചാൽ രണ്ടും ഒപ്പം വരുന്ന കേസ്. എക്സിൽ S1 ഉണ്ട്, വൈയിൽ S2 ഉണ്ട്. ഇത് രണ്ട് വരുന്ന ആ കേസ് അത് നമ്മൾ 2 പ്രാവശ്യം മൈനസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതങ്ങ് ഈ 2 പ്രാവശ്യം കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഒന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ എന്താ വരിക? ഇത് രണ്ടും വരുന്ന കേസ് എന്തായിരിക്കും? അത് 7 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 2 കുട്ടികൾ ഓൾറെഡി വന്നിട്ടുണ്ട്. സോ 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് നോക്കിയാൽ കിട്ടണമെന്നില്ല. ഇത് നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു 665 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് OP ഈക്വൽ ടു ആൽഫ മൈനസ് 1 ബൈ ആൽഫ. ഓക്കെ, പ്ലസ് I പ്ലസ് J പ്ലസ് K. അതാണ് ഒരു വെക്ടർ. OQ നമുക്ക് തന്നിട്ടുണ്ട്, OR നമുക്ക് തന്നിട്ടുണ്ട്. B3 വെക്ടേഴ്സ് വേർ ആൽഫ ബീറ്റ എലമെൻറ്റ് ഓഫ് R മൈനസ് 0 എന്ന് വെച്ചാൽ 0 അല്ല, ബാക്കിയല്ല റിയൽ നമ്പേഴ്സ്. ആൻഡ് O ഡിനോട്ട്സ് ഒറിജിൻ. ഒറിജിൻ ആണ്, P എന്നുള്ളത് ഇതിൻ്റെ പൊസിഷൻ വെക്ടർ ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ OP ക്രോസ് OQ ഡോട്ട് OR എന്ന് വെച്ചാൽ എന്താണ്? അത് 0 ആണ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് നേരെ അങ്ങ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ നിൽക്കരുത്. ഈ വാല്യൂ ഡോട്ട് ഈ വാല്യൂ 2 വെക്ടേഴ്സ് ഡോട്ട് ചെയ്യുകയാണെങ്കിൽ OR OP OQനും എന്താണെന്ന് പറയാൻ പറ്റും? പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? OPയും OQയും ORും എന്താണ്? കോപ്ലാനർ ആണെന്ന് പറയാൻ പറ്റും. സോ കോപ്ലാനർ ആണെങ്കിൽ എന്ത് സംഭവിക്കുക? ഇത് 3 വെക്ടേഴ്സിൻ്റെയും ഡിറ്റർമിനൻ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. സോ നമ്മളിതിനെ നേരെ ഡിറ്റർമിനൻ്റ് എടുക്കാൻ പോവാണ്. ആൽഫ മൈനസ് 1 ബൈ ആൽഫനെ ഞാൻ 1 മൈനസ് 1 ബൈ ആൽഫ എന്ന് എഴുതാൻ പോവാണ്. ഇതെന്താ? 1 ആണ്. ഇതിവിടെ 1. ഇവിടെ എന്താ? 1 ആയിരിക്കും. ഇവിടെ ഞാൻ 1 മൈനസ് 1 ബൈ ബീറ്റ എന്ന് എഴുതാൻ പോവാണ്. ഇവിടെ 1 ആയിരിക്കും. ഇനി ഇവിടെ 1 1 1 ബൈ 2. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ചെറിയൊരു മാനിപ്പുലേഷൻ ചെയ്യാൻ പോവാണ്. ഡിറ്റർമിനൻ്റ് ഞാൻ നേരെ കാണുന്നില്ല, ചെറിയ മാനിപ്പുലേഷൻ ചെയ്യാൻ പോവാണ്. സോ 1ൽ നിന്നും ഞാൻ 2 മൈനസ് ചെയ്യാൻ പോവാണേ. സോ ഇവിടെ മൈനസ് 1 ബൈ ആൽഫ വരും ഇൻറ്റു 1 മൈനസ് 1 ബൈ ബീറ്റ. സോ 1 ബൈ ബീറ്റ വരും. ഓക്കെ, 1 മൈനസ് 1 0 വരും. ഇവിടെ നിന്ന് വരെ എവിടെയുള്ള വാല്യൂ ഞാൻ അതേമാതിരി എടുത്ത് എഴുതാൻ പോവാം. ഇതിന് അത് മൈനസ് ചെയ്യാൻ പോവാണേ. സോ ഇവിടെ 1 വരും. 1 മൈനസ് ബീറ്റ. സോ 1 ബൈ ബീറ്റ വരും. ഇവിടെ എന്താ വരിക? ഹാഫ് മൈനസ് 1 മൈനസ് ഹാഫ് വരും. ഓക്കെ, ഇനി ഞാനങ്ങ് എന്ത് ചെയ്യാൻ പോവാം? സോറി, ഇവിടെ 0 ആയിരിക്കും കേട്ടോ. 1 മൈനസ് 1 അല്ലേ, ഇത് 0 ആയിരിക്കും. സോ ഇനി ഞാൻ ഡിറ്റർമിനൻ്റ് കാണാൻ പോവാണ്. സോ എന്താ വരിക? മൈനസ് 1 ബൈ ആൽഫ ഇൻറ്റു. സോ മൈനസ് 1 ബൈ ആൽഫ ഇൻറ്റു 1 മൈനസ് 1 ബൈ ബീറ്റ ഇൻറ്റു നോക്കാം. 1 മൈനസ് 1 ബൈ ബീറ്റ ഇൻറ്റു മൈനസ് 1 ബൈ 2. ബാക്കി എന്തായിരിക്കും? മൈനസ് 1 ബൈ ബീറ്റ. മൈനസ് 1 ബൈ ബീറ്റ ഇൻറ്റു 1 ബൈ ബീറ്റ. ഓക്കെ, ബാക്കി എന്തായിരിക്കും? ഇവിടെ പോയി. ഇനി മൈനസ് 1 ഇൻറ്റു 1 ബൈ ബീറ്റ ഇൻറ്റു മൈനസ് 1 ബൈ 2
1 by beta into minus 1 by 2. ഓക്കെ, ബാക്കി നമ്മൾ ചെയ്യുന്നില്ല, അതവിടെ അവസാനിപ്പിക്കാം. സോ 1 by minus 1 by alpha into ഇത് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഓർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ minus 1 by 2 plus 1 by 2 beta minus 1 by beta minus of minus plus ആകും 1 by 2 beta. ഓക്കെ, സോ minus 1 by alpha into ഇവിടെ എന്തായിരിക്കും 1 by 2 beta minus 1 by beta എന്ന് വെച്ചാൽ എന്താകും minus 1 by 2 beta ആകും plus 1 by 2 beta. ഇതൊന്നും കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. സോ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആകും 1 by 2 ആൽഫ മൈനസ് പ്ലസ് ആകും പ്ലസ് 1 by 2 ആൽഫ ബീറ്റ പ്ലസ് 1 by 2 ബീറ്റ. ഇതെന്തിന് ഈക്വൽ ആയിരിക്കും? 0ക്ക് ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം. സോ നമ്മൾ 2 എല്ലായിടത്തും കണ്ട് ഒഴിവാക്കാൻ പോവാണ്, മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ബാക്കി എന്ത് വരും? 1 by ആൽഫ പ്ലസ് 1 by ആൽഫ ബീറ്റ പ്ലസ് 1 by ബീറ്റ ഇസിക്കൽ ടു എന്തായിരിക്കും? അത് 0 ആയിരിക്കും. ഇനി മൊത്തം ആൽഫ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 1 ഇസിക്കൽ ടു 0 എന്ന് കിട്ടും. സോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ -1. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? സോ ആൻഡ് ദ പോയിന്റ് ആൽഫ ബീറ്റ 2 ലൈസ് ഓൺ ദ പ്ലെയിൻ 3x പ്ലസ് 3y മൈനസ് z പ്ലസ് l ഈക്വൽ 0 എന്ന് വെച്ചാൽ എല്ലിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 3x പ്ലസ് 3y പ്ലസ് z മൈനസ് l ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനല്ല പറഞ്ഞിട്ടുള്ളത് മൈനസ് z പ്ലസ് l ആണ്. സോ മൈനസ് z പ്ലസ് l ആണ് ചോദിച്ചിട്ടുള്ളത്, മൈനസ് z പ്ലസ് l. സോ ഇതിലേക്ക് നമ്മൾ വാല്യൂ കൊടുക്കാം. 3 ആൽഫ പ്ലസ് 3 ബീറ്റ മൈനസ് z-ൻ്റെ വാല്യൂ 2 ആണ്, ആൽഫ ബീറ്റ 2 ആണ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ z-ൻ്റെ വാല്യൂ 2 കൊടുക്കാം പ്ലസ് l ഈക്വൽ 0. ആൽഫ പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ മൈനസ് വാല്യൂ ആണ് നമുക്കറിയാം. സോ ഇത് -1 ആണ്. 3 ഇൻറ്റു -1 -3 -2 പ്ലസ് l ഈക്വൽ 0. സോ എല്ലിൻ്റെ വാല്യൂ 5 ആയിരിക്കും. സോ l ഈക്വൽ 5 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, വാല്യൂ ഓഫ് l ഇസ് 5. സോ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കണ്ടീഷനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു കണ്ടീഷൻ വന്നാൽ നമ്മൾ മനസ്സിലാക്കുക OP/OQ/OR എന്ന് വെച്ചാൽ കോപ്ലാനാർ ആയിരിക്കും. ഈ 3 വെക്ടേഴ്സും കോപ്ലാനാർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് നേരെ ഈക്വൽ ടു 0 ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ബാക്കി നിങ്ങൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചിട്ട് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് x be a random variable and let p of x equal to x denote the probability that x takes the values of x. Suppose that the points x, p of x, x equal to 0, 1, 2, 3, 4 lie on the fixed straight line in xy plane. എന്ന് വെച്ചാൽ xy plane ഉണ്ട്, അതിൽ 0, 1, 2, 3 എന്നുള്ള വാല്യൂസിലായിരിക്കും വാല്യൂസ് വരിക. സോ ഇത് 0, 1, 2, 3, 4. ബാക്കിയുള്ള എല്ലായിടത്തും എക്സിൻ്റെ വാല്യൂ പി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ 0 at every other point other than 0, 1, 2, 3, 4. If the mean of x is 5/2 എന്ന് പറഞ്ഞിട്ടുള്ളത്, എന്ന് വെച്ചാൽ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് is equal to 5/2. ഓക്കെ, ഈക്വൽ 5/2 ആണ് തന്നിട്ടുണ്ട്. വേരിയസ് ഓഫ് എക്സ് ആൽഫയാണ് തന്നിട്ടുണ്ട്. സോ വാല്യൂ ഓഫ് 24 ആൽഫയാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഇത് ഫിക്സഡ് സ്ട്രേറ്റ് ലൈനിലാണ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഒരൊറ്റ സ്ട്രേറ്റ് ലൈനിലായിരിക്കും. എല്ലാ ഡോട്ടറല്ല, ഈ വാല്യൂസിലായിരിക്കും പി ഓഫ് എക്സിന് വാല്യൂ ഉണ്ടായിരിക്കുക. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. പി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിനെ mx പ്ലസ് സി എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, പി ഓഫ് എക്സ് ഈക്വൽ ടു mx പ്ലസ് സി. സോ ഇനി നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇ ഓഫ് എക്സ് 5/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താ? ഇ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ? അത് സിഗ്മ എക്സ് പി ഓഫ് എക്സ് ആയിരിക്കും. എക്സ് പി ഓഫ് എക്സ് ആയിരിക്കും. സോ 5/2 ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് പി ഓഫ് എക്സ്. എന്ന് വെച്ചാൽ എന്താ? 0 ഇൻറ്റു mx പ്ലസ് സി, 0 ഇൻറ്റു m ഇൻറ്റു 0 പ്ലസ് സി പ്ലസ് 1 ഇൻറ്റു m ഇൻറ്റു 1 പ്ലസ് സി പ്ലസ് 2 ഇൻറ്റു m ഇൻറ്റു 2 2m പ്ലസ് സി പ്ലസ്
3 into m into 3, 3m plus c plus 4 into 4m plus c. Okay, is equal to എന്ത് വരും 1 square plus 2 square plus 3 square plus 4 square. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 30m കിട്ടും. പ്ലസ് സി എന്ത് വരും 0c, 1c, 2c, 3c, 4c എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10c കിട്ടും. സോ 3m plus 10 is equal to 5/2 എന്ന് വെച്ചാൽ നമുക്ക് 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. സോ 6m plus 2c is equal to 1/2 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി വേറൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? ഇത് ബാക്കിയുള്ളിടത്തെല്ലാം പ്രോബബിലിറ്റി 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാല്യൂസിലായിരിക്കും പ്രോബബിലിറ്റിക്ക് ഒരു നോൺ സീറോ വാല്യൂ ഉണ്ടാവുക. എന്ന് വെച്ചാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് സിഗ്മ ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ വേരിയബിൾ ഓർ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ സിഗ്മ ഓഫ് എം എക്സ് പ്ലസ് സി എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് 1 ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പം അടുത്തൊരു സ്ലൈഡിൽ നോക്കാം. സോ സിഗ്മ ഓഫ് എം എക്സ് പ്ലസ് സി എന്ന് വെച്ചാൽ എം ഇൻറ്റു 0 പ്ലസ് സി പ്ലസ് എം ഇൻറ്റു 1 പിന്നെ എം ഇൻറ്റു 1 പ്ലസ് സി പ്ലസ് എന്തായിരിക്കും 2m പ്ലസ് സി പ്ലസ് 3m പ്ലസ് സി പ്ലസ് 4m പ്ലസ് സി. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും എന്ത് കിട്ടും? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 എന്തായിരിക്കും? 10m പ്ലസ് സി എത്ര ഉണ്ടാവും? ഇവിടെ 5c ഉണ്ടായിരിക്കും. ഇവിടെ ഒരു സി ഉണ്ട്, ഇവിടെ ഒരു സി ഉണ്ട്, ഇവിടെ ഒരു സി ഉണ്ട്, ഇവിടെ ഒരു സി ഉണ്ട്, മൊത്തം 5c ഉണ്ട്. എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്ത് സംഭവം? 2m പ്ലസ് സി ഇസ് ഈക്വൽ ടു 1/5. ഇതാണ് നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എന്താ? 6m പ്ലസ് 2c ഇസ് ഈക്വൽ ടു 1/2. നമുക്കൊന്നും കൂടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2m പ്ലസ് സി ഈക്വൽ ടു 1/6 എന്ന് കിട്ടും. 2m പ്ലസ് സി ഇസ് ഈക്വൽ ടു 1/6. സോറി 3m പ്ലസ് c is equal to 1/6. 3m plus c is equal to 1/6. ഇനി നമുക്ക് നേരെ അങ്ങ് ഇതിൽ നിന്ന് ഇതങ്ങ് മൈനസ് ചെയ്യാം. സോ എന്ത് കിട്ടും? 1/6 ആണോ? ടു 1/4 ആയിരിക്കും കേട്ടോ. ഇത് നമുക്ക് 1/4 ആയിരിക്കും കിട്ടും. സോ ഈ വാല്യൂയിൽ നിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്താൽ സി കട്ടായി പോവും. 3m മൈനസ് 2m എന്താ കിട്ടുക? m കിട്ടും ഈസ് ഇക്വൽ ടു 1/4 മൈനസ് 1/5. അത് നമുക്കറിയാം അതിൻ്റെ വാല്യൂ 1/20 ആണ്. ഇനി ഈ വാല്യൂ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. സോ 2 ഇൻറ്റു 1/20 പ്ലസ് സി ഈസ് ഇക്വൽ ടു 1/5. സോ ഇത് 1/5 മൈനസ് 1/10 വരും. 1/5 മൈനസ് 1/10 ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1/10 ആയിരിക്കും. സോ സി ഈസ് ഈക്വൽ ടു 1/10 എന്ന് കിട്ടി. ഇനി നമ്മൾ എമ്മിൻ്റെ വാല്യൂ കിട്ടി, സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മളോട് വേരിയൻസ് ഓഫ് എക്സ് ആൽഫയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം. സിഗ്മ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? സിഗ്മ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എം എക്സ് പ്ലസ് സി മൈനസ് ഇ ഓഫ് എക്സിൻ്റെ സ്ക്വയർ. ഇ ഓഫ് എക്സിൻ്റെ സ്ക്വയർ നമുക്കറിയാം. അത് എന്തായിരിക്കും? ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? അത് 5/2 ആണ്. സോ 5/2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഈ വാല്യൂ ഒന്ന് മാത്രം ഒന്ന് കണ്ടുപിടിക്കാം. സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു എം എക്സ് പ്ലസ് സി എന്ന് വെച്ചാൽ 0 സ്ക്വയർ ഇൻറ്റു എം ഇൻറ്റു 0 പ്ലസ് സി പ്ലസ് നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു കാര്യം കിട്ടും. 1 സ്ക്വയർ ഇൻറ്റു എം ഇൻറ്റു 1 എന്ന് വെച്ചാൽ ഞാൻ 1 ക്യൂബ് എം എന്ന് എഴുതാൻ പോവാണ്. 1 ക്യൂബ് ഇൻറ്റു എം പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു സി പ്ലസ് 2 ക്യൂബ് ഇൻറ്റു എം പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു സി പ്ലസ് 3 ക്യൂബ് ഇൻറ്റു എം പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു സി പ്ലസ് 4 ക്യൂബ് ഇൻറ്റു എം പ്ലസ് 4 സ്ക്വയർ ഇൻറ്റു സി. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
1 cube plus 2 cube plus 3 cube plus 4 cube എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 100 കിട്ടും. 100m പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ നമുക്ക് ആഡ് ചെയ്താൽ 30 എന്ന് കിട്ടും. 100m പ്ലസ് 30c ആണ് ഇതിന് ആൻസർ. സോ ഒരു കാര്യം കൂടി ചെയ്യാം, നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. എമ്മിൻ്റെ വാല്യൂ 1/20 ആണ്, സിൻ്റെ വാല്യൂ 1/10 ആണ്. സോ 100/20 പ്ലസ് 30 ഡിവൈഡഡ് ബൈ 10. സോ ഇതെന്ത് വരും? 5 + 3 വരും. ഇതിൻ്റെ ആൻസർ 8 ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താം. സോ 8 - 25 ഡിവൈഡഡ് ബൈ 4. സോ 8 × 4 32 മൈനസ് 25 ഡിവൈഡഡ് ബൈ 4 എന്ത് കിട്ടും? 7/4 എന്ന് കിട്ടും. ഇതാണ് എന്ത്? ആൽഫ. എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? നമ്മൾ 24 ആൽഫൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് കണ്ടുപിടിക്കാം. 24 ആൽഫ എന്ന് വെച്ചാൽ എന്തായിരിക്കും? 7/4 × 24. ഈ വാല്യൂയിൽ കട്ടായി പോകും. 6 × 7 42 ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. എന്താണ് ഇവിടെ നമ്മൾ ചെയ്തത്? നമ്മൾ എന്താ അറിഞ്ഞിരിക്കേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് സിഗ്മ എക്സ് ഇൻറ്റു പി എഫ് എക്സ് ആണ്. വേരിയൻസ് കാണാനുള്ള ഫോർമുല എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ ആണ്. ഇത് വെച്ചാൽ മീൻ തന്നെയാണ്. എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ മീൻ തന്നെയാണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുല എന്ന് വെച്ചാൽ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് 4 ക്യൂബ് അതിൻ്റെ ആ ജനറൽ ഫോർമുല കൂടി ഉണ്ട്. n × n+1/2 ഹോൾ സ്ക്വയർ. അതും കൂടി അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. സോ പിന്നെ നമ്മൾ യൂസ് ചെയ്തൊരു സംഭവമാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി. ഒരു ഡിസ്ട്രിബ്യൂഷൻ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് 1 ആയിരിക്കും. ആ 3 നോളജാണ് നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടി. ആൽഫ = 24 ആൽഫ = 42 ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ അജ്മൽ സാറിനെ വെക്കാം. ഓക്കെ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാം കൂടി വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്, റൈറ്റ്? ഇനി നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ് നമുക്ക് ബേസിക്കലി ചെയ്യാനുള്ളത്. ഓക്കെ, 4 മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിന് ഓരോന്നിനും 3 മാർക്കാണ്. ആക്ച്വലി നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പലതും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലെറ്റ് ആൽഫ ആൻഡ് ബി ദ ഡിസ്റ്റിങ് റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x² + x + 1 = 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. x² + x + 1 = 0. ഇതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണ് ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ട്. അത് കാണാൻ നമുക്ക് വളരെ സിമ്പിൾ ആണ് അല്ലേ? അപ്പോൾ ആൽഫയും ബീറ്റയും നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? -b - 1 ± √(b² - 4ac) 1² - x² + x - 1 സോറി +1 അല്ല 4 × -1/2a. ഇതാണ് ആൽഫ കോമ ബീറ്റ, ഈ റൂട്ട്സ് എന്നുള്ളത്. ദിസ് ഈസ് ഈക്വൽ ടു -1 ± √5/2. -1 ± √5/2. അപ്പോൾ ഇതാണ്. അപ്പോൾ സെറ്റ് ടി എന്ന് പറഞ്ഞാൽ 1, ആൽഫ ബീറ്റ. ടി = 1, ആൽഫ എന്ന് പറഞ്ഞാൽ -1 + √5/2 -1 - √5/2. ഓക്കെ. Now for a 3/3 matrix M = Aij 3 × 3 define Ri = Ai1 + Ai2 + Ai3. എന്താ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു റോയിലെ നമ്പേഴ്സ് കൂട്ടിയതാണ് Ri എന്നുള്ളത്. i എന്നുള്ള റോയിലെ നമ്പേഴ്സ് എല്ലാ നമ്പേഴ്സും കൂട്ടിയാൽ Ri കിട്ടും. Cj = A1j + A2j + A3j. അതായത് ഒരു കോളത്തിലെ എല്ലാ നമ്പേഴ്സും നമുക്ക് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് Cj കിട്ടും. അത്രേ ഉള്ളൂ. ഇതൊന്നും കാണുമ്പോൾ നമ്മൾ പേടിക്കാൻ പാടില്ല. ഫോർ i = 1 2 3 and j = 1 2 3. അങ്ങനെയാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ആൽഫ ബീറ്റ എന്താണെന്ന് നമുക്കറിയാം, നമുക്ക് Ri എന്താണെന്നറിയാം, നമുക്ക് Cj എന്താണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഈ മാച്ച് ദ ഫോളോയിങ് നമുക്ക് ഈ ലിസ്റ്റിലോട്ട് നോക്കാം. ദ നമ്പർ of matrices M = Aij 3 × 3 with all entries in T such that Ri = Cj = 0. എല്ലാ റോസും എല്ലാ കോളംസും കൂട്ടുമ്പോൾ 0 കിട്ടുന്ന എത്ര കോമ്പിനേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അവിടെ നമ്മൾ ബേസിക്കലി നോക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, എല്ലാ റോസും കോളംസിലും എന്താ ഉള്ളത്? 1 ആൽഫ ബീറ്റ ടി എന്നുള്ള സെറ്റിലെ എലമെന്റ്സ് ആണ് ഉള്ളത്. ഇത് എപ്പോഴാണ് 0 ആവുക? 1 ആൽഫ ബീറ്റ. 1 + ആൽഫ + ബീറ്റ എന്താ? നിങ്ങൾക്ക് ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. 1 - 1/2 - 1/2 അത് 0 ആയി. √5/2 - √5/2 അതും 0 ആയി അല്ലേ? 1 + ആൽഫ + ബീറ്റ = 0 ആണ്. 1 + ആൽഫ + ബീറ്റ = 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാട്രിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മാട്രിക്സിലെ എല്ലാ റോസും എല്ലാ കോളംസും 0 ആവണം എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കണം. 1 ആൽഫ ബീറ്റ, അതേപോലെ തന്നെ
ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു മാട്രിക്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സോറി, ഇത് ആൽഫ അല്ലേ, ഇത് ആൽഫ 1 ആൽഫ ബീറ്റ. ഒരു മിനിറ്റ്, ഒരു എക്സാമ്പിൾ മാട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ മാട്രിക്സ് ഞാൻ പറഞ്ഞുതരാം. റൈറ്റ്, യാ, ജസ്റ്റ് ചെക്ക് ദിസ് മാട്രിക്സ്. 1 ആൽഫ ബീറ്റ, ഇതാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തതിൽ ആൽഫ ബീറ്റ 1 ആൽഫ ബീറ്റ 1 അല്ലേ, അതേപോലെ തന്നെ ബീറ്റ 1 ആൽഫ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, എല്ലാ റോസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് 1 പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ, എല്ലാ കോളംസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ എത്ര കോമ്പിനേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. നമ്മളിത് സൂക്ഷിച്ച് നോക്കിയാൽ ഈ 1 ആൽഫ ബീറ്റ എന്നുള്ളതിന് നമുക്ക് എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? 1 പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ ആവട്ടെ, 1 പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ ആവട്ടെ, അതേപോലെ ആൽഫ പ്ലസ് 1 പ്ലസ് ബീറ്റ ആവട്ടെ, ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് 1 ആവട്ടെ, ബീറ്റ പ്ലസ് ആൽഫ പ്ലസ് 1 ആവട്ടെ, ബീറ്റ പ്ലസ് 1 പ്ലസ് ആൽഫ ആവട്ടെ, എല്ലാം 0 ആണ്. ഇത് നമുക്ക് എത്ര രീതിയിൽ നമുക്ക് ഫസ്റ്റ് റോയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 3 3 ഫാക്ടോറിയൽ, അതായത് 6 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് 6 രീതിയിൽ അറേഞ്ച് ചെയ്താൽ നമുക്ക് അടുത്ത 2 റോസ് എന്ത് ചെയ്താൽ മതി? അടുത്ത 2 റോസ് ഏതാവട്ടെ അത് ഇന്റർചേഞ്ച് ചെയ്താൽ മതി അല്ലേ? ഇത് 6 രീതിയിൽ അറേഞ്ച് ചെയ്താൽ അതിനനുസരിച്ച് അടുത്ത റോസ് ഓട്ടോമാറ്റിക്കലി വരും. അതിന് നമുക്ക് ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്ത് 2 രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 6 ഇൻറ്റു 2 6 മൾട്ടിപ്ലൈഡ് ബൈ 2 12 ഫോംസിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് Ri ഈക്വൽ ടു 0, അതേപോലെ Cj ഈക്വൽ ടു 0 കാണാൻ പറ്റും. ഓക്കെ, സോ ദ നമ്പർ ഓഫ് മാട്രിക്സസ് M, ഇത് ഇങ്ങനെ ആവുന്നത് ഉത്തരം P2നോടാണ് മാച്ചിങ്. അപ്പോൾ ഞാൻ A ക്യാൻസൽ ചെയ്തു, D ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോക്കൂ. ഇത് നമുക്കറിയാം, Q4 ആണ്, രണ്ടിലും Q4 ആണ്. ബിയോ സി ആണോ ഉത്തരം എന്നറിയാം? ബിയിലും സിയിലും ഓപ്ഷൻ Q4 ആണ്. അപ്പോൾ നമുക്ക് ഇനി അതിൽ S5 ആണ്. ഓക്കെ, പിന്നെ 6 മാത്രം നോക്കിയാൽ മതി. എന്താണ് 6 എന്നുള്ളത്? ലെറ്റ് M ഈക്വൽ ടു Aij 3 cross 3 be a skew symmetric matrix such that Aij element of T for I greater than J. ഇതൊരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ് M എന്നുള്ളത്. അപ്പോൾ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആകുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് 0 ആണ് എന്ന് മാത്രമല്ല Aij എലമെന്റ് ഓഫ് T ആണ്. അപ്പോൾ ഇത് സെക്കൻഡ് റോ അല്ലേ, A21 A31 A32. ഓക്കെ, ഇത് മൈനസ് A21 അല്ലേ, മൈനസ് A31 മൈനസ് A32. ഇത് എന്താണ്? ഈ ഒരു ഭാഗം ഇത് എലമെന്റ് ഓഫ് T ആണ്, അതായത് 1 ആൽഫയോ ബീറ്റയോ ആണ് വരിക. അപ്പോൾ അപ്പുറത്ത് വരുന്നത് അതിൻ്റെ നെഗറ്റീവ് ആണ് വരിക. ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ള ദിസ് ഇൻറ്റു XYZ, ദിസ് ഇൻറ്റു XYZ ഈക്വൽ ടു this into xyz equal to a12 0 minus a23, a12 0 minus a23. ഈ A12 എന്ന് പറഞ്ഞാൽ -A21 ആണ്, അതേപോലെ A23 എന്ന് പറഞ്ഞാൽ -A32 ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണോ? then the number of elements in the set XYZ such that M into XYZ equal to this particular set. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻസ് എത്ര എലമെന്റ്സ് ഉണ്ട്, അത് 1 ആണോ, ഇൻഫൈനൈറ്റ് ആണോ, അല്ലെങ്കിൽ 0 ആണോ എന്നുള്ളതൊക്കെയാണ് ബേസിക്കലി ചോദ്യം. ഓക്കെ, ഇവിടെ നമുക്ക് അറിയാം 0 എന്നുള്ളത് ഓൾറെഡി ടേക്കൺ ആണ്, S5 എന്നുള്ളത്. 6 1 3 ആണ്, either 1 or infinite ആണ് റൈറ്റ് ഓപ്ഷൻ എന്നുള്ളത്. ഇത് നമ്മളൊരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആയതുകൊണ്ട് തന്നെ മാട്രിക്സ് ഓഫ് M എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് M എന്താണ്? അത് 0 ആണ് നമുക്കറിയാം, അത് 0 ആണ് നമുക്കറിയാം. ഇത് 0 ആണെന്നുണ്ടെങ്കിൽ ഇതിന് 2 നിലക്കുള്ള സൊല്യൂഷനെ പോസിബിൾ ഉള്ളൂ, ഒന്നെങ്കിൽ നോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ. നമ്മുടെ മുമ്പിലുള്ള ആകെ ഓപ്ഷൻ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണ്. സോ 6നെ നമുക്ക് 3 മാച്ച് ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. ബാക്കിയൊന്നും നമ്മൾ ചെയ്ത് നോക്കണമെന്നില്ല, ചെയ്ത് നോക്കിയാൽ നമുക്ക് സിമിലർ ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ കിട്ടും. സോ ദാറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ ആക്ച്വലി. നമ്മൾ 2 ചെയ്താൽ തന്നെ നമുക്ക് ആക്ച്വലി ഉത്തരം കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ലെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ y ഈക്വൽ ടു 2x ടച്ച് എ സർക്കിൾ വിത്ത് സെന്റർ 0, ആൽഫ where alpha is greater than 0. അപ്പോൾ ആൽഫ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് y ആക്സിസിലാണ് ആൽഫ ലൈ ചെയ്യുന്നത്, 0 ആൽഫ എന്നുള്ള പോയിന്റ്, ആൻഡ് റേഡിയസ് ആർ അറ്റ് എ പോയിന്റ് A1. ലെറ്റ് B1 be the point on the circle such that the line segment A1 B1 is a diameter of the circle. ലെറ്റ് ആൽഫ പ്ലസ് ആർ ഈക്വൽ ടു 5 + √5. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്താണ്, ആറിന്റെ വാല്യൂ എന്താണ്, A1 എന്താണ്, B1 എന്താണ് എന്നുള്ളതെല്ലാമാണ് ചോദ്യം. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെയാണ് സർക്കിൾ ഉള്ളത്. ദിസ് ഈസ് 0, ആൽഫ.
നൗ ദർ ഇസ് എ ടാൻജൻറ്റ് y ഈക്വൽ ടു 2x എന്നുള്ളത് എന്താണ്? ഒരു ടാൻജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, സം പോയിന്റ് ദിസ് ടച്ചസ്. ഇതെന്താണ്? ഇത് റേഡിയസ് ആണ്. ഓക്കെ, ഇത് റേഡിയസ് ആണ്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്, റൈറ്റ്? ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? ഇതാ ഈ ഒരു പോയിന്റ് നമ്മൾ k,2k എന്നെടുക്കാം അല്ലേ? കാരണം എന്താ? ഇത് k ആണെങ്കിൽ ഇത് 2k ആണ്. ആക്ച്വലി ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? 2x - y = 0. ഈ 2x - y = 0യിൽ നിന്ന് 0, ആൽഫയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? 0, ആൽഫയിലോട്ടുള്ള ഡിസ്റ്റൻസ് അത് റേഡിയസ് ആണ് അല്ലേ? ആ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് y = mx + c നമുക്ക് ആ പോയിന്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് അത് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 × 0 നമുക്ക് കിട്ടുക 2 × 0 - ആൽഫ മോഡുലസ് ഓഫ് -ആൽഫ ഡിവൈഡഡ് ബൈ √2² + 1² ഈക്വൽ ടു എന്താണ്? ഈ ഡിസ്റ്റൻസ് എന്താ വരിക? ഈ ഡിസ്റ്റൻസാണ് നമ്മൾ കാണുന്നത്. ഇത് 6 ആണ് വരിക അല്ലേ? അപ്പോൾ ആൽഫ പോസിറ്റീവ് ആണ്. √5 = r, ആൽഫ = r√5. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സംഭവം തന്നിട്ടുണ്ട്. എന്താണ്? ആൽഫ + r = 5 + √5. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അപ്പോൾ എന്താണ്? ആൽഫ + r = 5 + √5 അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആൽഫ = r√5 ആണ്. അപ്പോൾ നമുക്ക് r√5 + r = 5 + √5. ഓക്കെ, 5 + √5 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ r × 1 + √5 = √5 × 1 + √5. അപ്പോൾ എന്താ? 1 + √5 നമുക്ക് ക്യാൻസൽ ചെയ്യാം. r = √5 എന്ന് കിട്ടും. r = √5 ആണെങ്കിൽ ആൽഫ എന്താണ്? ആൽഫ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ ഈ പോയിന്റ് എന്താണ്? 0,5 ആണ്. 0,5 ആണ്. ഓക്കെ, നൗ ഇപ്പോൾ നിങ്ങൾ നോക്കൂ ആൽഫ = 5. പി 4നോട് മാച്ച് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി r = √5. r 2ലോട്ട് ഇത് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി r = a1 ഈക്വൽസ് ഏതാണ് പോയിന്റ് എന്നുള്ളതാണ്. ഒന്നെങ്കിൽ 1 ആണ് അല്ലെങ്കിൽ 5 ആണ്. 1 എന്നുള്ളത് -2 4 ആണ്. 5 എന്നുള്ളത് 2 4 ആണ്. ഏതാ? നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു ഡയഗ്രാം നമ്മൾ നോക്കിയാൽ മതി. ഡയഗ്രാം നോക്കിയാൽ തന്നെ നമുക്കറിയാം ഈ a1 എന്നുള്ള പോയിന്റ് എവിടെയാണ് ലൈ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇത് നമുക്ക് ഡിറൈവ് ചെയ്യാം. 2 4 -2 4 അല്ലേ? നമുക്ക് k2k y = 2x പോയിന്റ് ആവണം എന്നുണ്ടെങ്കിൽ 2 4 മാത്രമേ നമുക്ക് എന്തുള്ളൂ? നമുക്ക് ആക്ച്വലി പോസിബിൾ ഉള്ളൂ. ഫസ്റ്റ് ക്വാഡ്രന്റിലെ പോയിന്റ് ആയിരിക്കും. സോ ദിസ് ഈസ് 5. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടാവുന്ന ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഈ പേപ്പറിലെ ഏറ്റവും ഈസി ക്വസ്റ്റ്യൻസിൽ പെട്ടതാണിത്. നമുക്ക് ഈ 2 മാച്ച് ദ ഫോളോയിങ് കൂടിയുണ്ട്. അതിന് സെക്കൻഡ് ടു ദ ലാസ്റ്റ് മാച്ച് ദ ഫോളോയിങ് അബ്ഷർ സാർ ഇപ്പോൾ സോൾവ് ചെയ്യും. ഓക്കെ, ഹായ് ഗൈസ്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 3D ജോമെട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 3D ജോമെട്രിയും വെക്ടറും കമ്പൈൻഡ് ആയി വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രോബബ്ലി പേപ്പർ 1 ഏറ്റവും ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സോ ലെറ്റ് ഗാമ എലിമെൻറ്റ് ഓഫ് ആർ ആൻഡ് ബി സച്ച് ദാറ്റ് ലൈൻസ് L1 ആൻഡ് L2 ഇൻ്റർസെക്ട്. എന്ന് വെച്ചാൽ 2 ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുള്ളൂ. അതിനെ R1 എന്നിട്ട് വിളിക്കുകയാണ്. R1 be the intersection of L1 and L2. Okay, let O be the origin and n cap denote a unit normal vector to the plane containing both lines L1 and L2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? മാച്ച് ദ എൻട്രി. ഓക്കെ, സിമ്പിളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഈ യൂണിറ്റ് വെക്ടർ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഈ യൂണിറ്റ് വെക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അത് ഈ ഫസ്റ്റ് ലൈനിൻ്റെ വെക്ടർ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഡയറക്ഷൻ വെക്ടർ എന്തായിരിക്കും? അത് 1 2 3 ആയിരിക്കും. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്തായിരിക്കും? 3 2 ഗാമ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എൻ ക്യാപ്പ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഗാമ ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗാമ കണ്ടുപിടിക്കാം. അതിന് വേണ്ടി എന്താ ചെയ്യുക? നമുക്ക് R1ൻ്റെ വാല്യൂ 2 വാല്യൂസൊന്നും ഈക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ ഈ വാല്യൂസിനെ ഇത് ഈക്വൽ ടു ഇല്ലേ? ഈക്വൽ ടു ഞാൻ ഒരു m എന്നിടാൻ പോവാം. ഇതിൻ്റെ ഈക്വൽ ടുവിനെ ഞാൻ ഒരു n എന്നിടാൻ പോവാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ എങ്ങനെ എഴുതാൻ പറ്റും? -11 + m എന്ന് എഴുതാൻ പറ്റും. -11 + m എന്ന് എഴുതാൻ പറ്റും. ഇതാണ് എക്സ് വാല്യൂ. മറ്റേ y വാല്യൂ എന്തായിരിക്കും? -21 + 2m. അങ്ങനെയാണെങ്കിൽ z വാല്യൂ എന്തായിരിക്കും? -29
പ്ലസ് 3. ഓക്കെ, ഇതായിരിക്കും ഫസ്റ്റ് ലൈൻ 1ൻ്റെ കോർഡിനേറ്റ്സ്. ആ ലൈനിലുള്ള എല്ലാ പോയിൻറ്സും ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. അതുപോലെ രണ്ടാമത്തെ ലൈൻ നോക്കാം, ഇതാണ് L1. ഇനി L2 എന്തായിരിക്കും? അതുപോലെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാം, -16 പ്ലസ് 3n ആയിരിക്കും. ഓക്കെ, അടുത്തെന്തായിരിക്കും? -11 പ്ലസ് 2n ആയിരിക്കും. അടുത്തെന്തായിരിക്കും? -4 പ്ലസ് Γn ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് നേരെ അങ്ങ് എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. സോ -11 പ്ലസ് m, ഞാനിത് മറ്റൊരു സ്ലൈഡിൽ എഴുതാം. സോ -11 പ്ലസ് m ഈസ് ഈക്വൽ ടു -16 പ്ലസ് എന്തായിരിക്കും? 3n ആയിരിക്കും. ഇതാണ് നമ്മളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ കട്ടെ. സോ മറ്റേതായിരിക്കും? y കോർഡിനേറ്റ്സ് നമുക്ക് മാച്ച് ചെയ്യാം. -21 പ്ലസ് 2m എന്തായിരിക്കും? -21 പ്ലസ് 2m ഈസ് ഈക്വൽ ടു -11 പ്ലസ് 2n. -11 പ്ലസ് 2n. ഓക്കെ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. സോ m - 3n ഈസ് ഈക്വൽ ടു, ഇത് അങ്ങോട്ട് വരും, സോ -5 വരും. ഇതിനും കൂടി റീഅറേഞ്ച് ചെയ്താൽ 2m - 2n ഈസ് ഈക്വൽ ടു, ഈ 21 അങ്ങോട്ട് പോകും, 21 - 11 10 എന്ന് കിട്ടും. ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ m - n ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ. രണ്ടും കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. സോ 2m - 4n എന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. m ഈസ് ഈക്വൽ ടു 2n എന്ന് കിട്ടും. ഓക്കെ, m ഈക്വൽ ടു n ഞാൻ ഈ വാല്യൂവിൽ ഈ വാല്യൂവിൽ എങ്ങിടാൻ പോവാണ്. 2n - n ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. n-ൻ്റെ വാല്യൂ 5 എന്ന് കിട്ടും. അപ്പോൾ m-ൻ്റെ വാല്യൂ എന്തായിരിക്കും? 2n, അത് 10 ആയിരിക്കും. സോ m-ൻ്റെ വാല്യൂ 10 കിട്ടി, n-ൻ്റെ വാല്യൂ 5 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യാം? നമുക്ക് നേരെ r കണ്ടുപിടിക്കാം, ഓർ r1-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. r1-ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈ ഫസ്റ്റ് കേസ് അങ്ങ് എടുക്കാം, -11 പ്ലസ് m ആ കേസ്. സോ -11 പ്ലസ് m കോമ -21 പ്ലസ് 2m കോമ -29 പ്ലസ് 3m. -29 പ്ലസ് 3m. ഓക്കെ, ഇതിന് m = 10 കൊടുത്താൽ എന്ത് വരും? അത് -1 വരും. ഇതെന്തായിരിക്കും? അതുപോലെ -1 വരും. ഇതെന്തായിരിക്കും? 30 - 29 1 വരും. ഇതായിരിക്കും നമ്മുടെ r. ഓക്കെ, അങ്ങനെയാണെങ്കിൽ OR1 എന്തായിരിക്കും? OR1 എന്നുള്ള പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? അത് -i പ്ലസ് -j പ്ലസ് k ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഗാമയും കൂടി കണ്ടുപിടിക്കണം. സോ ഈ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. 1 നമുക്ക് എന്തിനോട് ഇക്വേറ്റ് ചെയ്യാം? -4 പ്ലസ് Γn-നോട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ -4 പ്ലസ് Γn ഈസ് ഈക്വൽ ടു 1 ആണെന്ന് അറിയാം. n-ൻ്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചു? n-ൻ്റെ വാല്യൂ നമ്മൾ 5 ആണെന്ന് കണ്ടുപിടിച്ചു. സോ 5 ഗാമ ഈസ് ഈക്വൽ ടു -4 അങ്ങോട്ട് വരും, ഇവിടെ 4 + 1 5 ആവും. സോ ഗാമൻ്റെ വാല്യൂ 1 ആണ്. സോ നമുക്ക് ഗാമൻ്റെ വാല്യൂ 1 കിട്ടി. OR1 എന്ത് കിട്ടി? -i - j പ്ലസ് k കിട്ടി. ഓക്കെ, സോ OR1 എന്താ? -i പ്ലസ് -j പ്ലസ് k. സോ R1 ആണ് കറക്റ്റ് ആൻസർ. ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് മാച്ച് ചെയ്യാം. അതുപോലെ ഗാമൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, ഗാമൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഗാമൻ്റെ വാല്യൂ 1 ആണ് നമുക്ക് കിട്ടി. സോ P നമ്മൾ 3ലേക്ക് മാച്ച് ചെയ്തു. പോസിബിൾ ചോയ്സ് ഫോർ n ക്യാപ്. n ക്യാപ്പിൻ്റെ പോസിബിൾ ചോയ്സ് എന്തായിരിക്കും? ഇവിടെ 1 2 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 3 2 1 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുക. ഇത് രണ്ടുമാണ് നമുക്കുള്ള ഡയറക്ഷൻ റേഷ്യോസ്. ഈ ഡയറക്ഷൻ റേഷ്യോസ് നിന്ന് നമ്മൾ എന്ത് കാണാൻ പോവാണ്? നമ്മൾ n ക്യാപ്പ് കാണാൻ പോവാം. സോ n ക്യാപ്പ് എന്തായിരിക്കും? i j k എന്തായിരിക്കും? 1 2 3 3 2 1 1 2 3 3 2 1. ഓക്കെ, നമ്മൾ നേരെ n ക്യാപ്പ് കണ്ടുപിടിക്കും. n ക്യാപ്പ് അല്ല നമ്മളിവിടെ കണ്ടുപിടിക്കാൻ വന്ന് നമുക്ക് ഒരു n ബാർ എന്ന് പറയാം, സോറി n വെക്ടർ എന്ന് പറയാം. സോ i ഇൻറ്റു 2 - 6 - 4 i. ഓക്കെ, ആൻഡ് -j ഇൻറ്റു 1 - 9 -8 വരും. സോ +8j.
കെ എടുക്കുമ്പോൾ എന്ത് വരും 2 മൈനസ് 6 അപ്പോൾ -4k. ഓക്കെ, നമുക്ക് യൂണിറ്റ് വെക്ടറാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ അതിൻ്റെ കോമൺ ഉള്ളതെല്ലാം ഞാൻ ഒഴിവാക്കാൻ പോവാണ്. സോ അതിനെ -i + 2j - k എന്ന് എഴുതാൻ പറ്റും. ഇതിനെ എന്ത് ചെയ്യാൻ പോവാ, ഞാൻ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. സോ ഇവിടെ മോഡുലസ് എന്താ വരിക, അത് √1² + 2² + 1² ആണ്, അതായത് √6 ആയിരിക്കും. സോ √6 കൊണ്ട് കൂടി ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ n cap is equal to -1/√6 into i + 2/√6 into j -1/√6 into k. സോ n ക്യാപ്പിനുള്ള വാല്യൂ നമുക്ക് കിട്ടി. n ക്യാപ്പിനുള്ള വാല്യൂ എന്താ, n ക്യാപ്പിനുള്ള വാല്യൂ ദാ 4 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. പോസിബിൾ വാല്യൂ ഓഫ് n cap 1:4 ആണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 6 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ മൊത്തം 6 1 ആണ്. സോ ഡി ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിക്കുള്ള വാല്യൂ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷനും കട്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് എന്താ കിട്ടിയത്, ക്യൂവിനുള്ള വാല്യൂ 4 ആണ് കിട്ടി. ക്യൂവിനുള്ള 4, ഇത് 2 4 ആണ്. അപ്പോൾ നമുക്ക് ഒരു വഴിയുള്ളൂ, എസിൻ്റെ വഴി എന്തായാലും കണ്ടുപിടിക്കണം. ഓക്കെ, സോ IITയിലെ പ്രൊഫസേഴ്സ് ബുദ്ധിക്ക് കളിച്ചു, നേരെ കറക്കി കുത്തി എഴുതാൻ നമ്മളെ സമ്മതിച്ചില്ല. സോ എസിൻ്റെ വാല്യൂ എന്താ കണ്ടുപിടിക്കേണ്ടത്, പോസിബിൾ വാല്യൂ ഓഫ് OR1 ഇൻറ്റു n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ വാല്യൂ ഡോട്ട് ഈ വാല്യൂ വളരെ സിമ്പിളാണ്. -1 ഇൻറ്റു -1/√6 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 1/√6 പ്ലസ് -1 ഇൻറ്റു 2/√6 -2/√6 പ്ലസ് 1 ഇൻറ്റു എന്തായിരിക്കും -1/√6. അപ്പോൾ എന്ത് വരും, ഈ വാല്യൂ കട്ടായി പോകും. -2/√6ൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് 2/√6 എന്ന് കിട്ടും. ആ 2/√6 എന്ന് വെച്ചാൽ എന്താണ്, √6 √2 ഇൻറ്റു √3 എന്ന് എഴുതാൻ പറ്റും. സോ ഇത് √2/3 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ആൻസർ കിട്ടി √2/3 ആയിരിക്കും, എന്ന് വെച്ചാൽ 5 ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ. എസ് 5ലേക്ക് മാച്ച് ചെയ്യാം. സോ സി ഓപ്ഷനാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, നേരെ കറക്കി കുത്താൻ പറ്റില്ല, പക്ഷേ ചില ആൻസേഴ്സ് കിട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറക്കി കുത്താം. ഓക്കെ, എന്നാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അജ്മൽ സാറിന് കൊടുക്കാം. യെസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. നമ്മൾ ഈ ഒരു JEE പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഓക്കെ, ഇത് കുറച്ച് പേടിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ഫംഗ്ഷൻസ് ഉണ്ട്, ഫ്രം R to R, f from R to R, f(x) = x into mod x into sin 1/x. കേൾക്കുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൊരു ഫംഗ്ഷനാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ വളരെ സിമ്പിളാണ്, g(x) = 1 - 2x for 0 less than or equal to x less than or equal to 1/2 or 0 otherwise. ഈ ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് വരക്കുമ്പോൾ എങ്ങനെ വരിക, 1 - 2x എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക അല്ലേ. 1/2 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ എന്തായി മാറും, 1/2 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ 0 ആയി മാറും. ഓക്കെ, പിന്നെ അങ്ങോട്ട് 0 ആണ്. ഇതിൻ്റെ മാക്സിമം വാല്യൂ എത്ര വരിക, x = 0 വരുമ്പോൾ 1 ആണ് മാക്സിമം വാല്യൂ വരിക. അപ്പോൾ ഇതാണ് g(x)ൻ്റെ ഒരു ഗ്രാഫ് എന്നുള്ളത്. f(x) എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അപ്പോൾ നമ്മൾ വെറുതെ വരച്ച് ബുദ്ധിമുട്ടായി നിൽക്കണ്ട. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ABCD എന്നൊക്കെ തന്നിട്ടുണ്ട്. എപ്പോഴും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് IIT പ്രൊഫസേഴ്സ് തരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ നോക്കൂ, h(x) = a × f(x) + b × g(x) + g of 1/2 - x + c × x - g(x) + d × g(x) എന്തെല്ലോ തന്നിട്ടുണ്ട്. മാച്ച് ഈച്ച് എൻട്രി ഇൻ ദ ലിസ്റ്റ് 1 to കറക്റ്റ്. അപ്പോൾ ABCD എന്നുള്ളത് എലമെന്റ് ഓഫ് R ആണ് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് 1 നോക്കുക, a = 0, b = 1, c = 0, d = 0, q a = 1, b = 0, c = 0, d = 0, r a = 0, b = 0, c = 1, d = അങ്ങനെ എന്താണ് ABCD ഒക്കെ വാല്യൂ ഓൾറെഡി നമുക്ക് ലിസ്റ്റ് 1ൽ തന്നിട്ടുണ്ട്. അതിലെല്ലാം 0 ആണ് എക്സെപ്റ്റ് ഫോർ 1. അങ്ങനെയാണെങ്കിൽ h എന്നുള്ള ഫംഗ്ഷൻ 1 ആണോ, on 2 ആണോ, ഡിഫറൻഷ്യബിൾ ആണോ, റേഞ്ച് എന്താണ് എന്നുള്ളതൊക്കെയാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏത് 0 ആക്കിയാലാണ് നമുക്കിത് ചെയ്യാൻ എളുപ്പം നോക്കുക. അതാണ് നമ്മൾ ബേസിക്കലി നോക്കേണ്ടത്. നമുക്ക് എളുപ്പം ചെയ്യാൻ ഏത് വാല്യൂസ് ഒക്കെ 0 ആക്കുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത് b = 1 നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. കാരണം നമുക്കിതാ ഈ f(x) പോവും. f(x) എന്നുള്ളത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, അതിനെക്കുറിച്ച് നമ്മൾ വല്ലാതെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ c പോവും, d പോവും, g(x) + g of 1/2 - x. g(x) എന്നുള്ളത് നമുക്കറിയാം, g(x) എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, this is equal to 1 - 2x for 0 less than or equal to x less than or equal to 1/2 0 otherwise. അങ്ങനെയാണെങ്കിൽ g of 1/x എന്തായിരിക്കും, g of 1/2 - x എന്തായിരിക്കും. g of 1/2x നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എക്സിൻ്റെ വാല്യൂ 0ൻ്റെയും 1/2ൻ്റെയും ഇടയിലാവുമ്പോൾ 1/2 - xൻ്റെ വാല്യൂ എന്തായിരിക്കും, 1/2 - xൻ്റെ വാല്യൂ 0യുടെയും 1/2ൻ്റെ ഇടയിലായിരിക്കും. ശരിയല്ലേ? എക്സിൻ്റെ വാല്യൂ
0-ന്റെയും 1/2-ന്റെയും ഇടയിലായിരിക്കുമ്പോൾ 1/2 മൈനസ് എക്സിന്റെ വാല്യൂം 0-ന്റെയും 1/2-ന്റെയും ഇടയിലായിരിക്കും. ഇനി എക്സിന്റെ വാല്യൂ 1/2-നേക്കാളും കൂടിയാലോ? 1/2-നേക്കാളും കൂടിയാൽ അത് 0 ആയി പോകും. കാരണം 1/2 മൈനസ് എക്സ് എന്നുള്ളത് ജി ഓഫ് മൈനസ് സംതിങ് വരും. ജി ഓഫ് മൈനസ് സംതിങ് നമുക്കറിയാം ലെഫ്റ്റിലോട്ടാണ് വരിക, 0 ആണ്. എക്സിന്റെ വാല്യൂ 1/2-നേക്കാളും കുറഞ്ഞാലോ? 0-നേക്കാളും കുറഞ്ഞാലോ? എക്സിന്റെ വാല്യൂ 0-നേക്കാളും കുറഞ്ഞ് നെഗറ്റീവ് ആക്കിയാൽ ജി ഓഫ് 1/2 പ്ലസ് സംതിങ് വരും അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ വീണ്ടും ഈ ഒരു സെഗ്മെന്റിലോട്ട് പോകും. അപ്പോൾ ജി ഓഫ് 1/2 മൈനസ് എക്സ് എന്താണ്? ജി ഓഫ് 1/2 മൈനസ് എക്സ് ഈസ് 1 മൈനസ് ജി ഓഫ് 1/2 മൈനസ് എക്സ്. ജി ഓഫ് 1/2 മൈനസ് എക്സ്, ഒറ്റ മിനിറ്റ്. ജി ഓഫ് 1/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എക്സിന് പകരം 1/2 മൈനസ് എക്സ് കൊടുക്കുക. 1 മൈനസ് 2 ഓഫ് 1/2 മൈനസ് എക്സ്. അപ്പോൾ 1 മൈനസ് 2 ഓഫ് 1/2 മൈനസ് എക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 മൈനസ് 2 പ്ലസ് 2x എന്ന് നമുക്ക് കിട്ടും അല്ലേ? 1 മൈനസ് 2 പ്ലസ് 2x എന്ന് 1 മൈനസ് 1 2 × 1/2 1 അപ്പോൾ ഈക്വൽ ടു 2x എന്ന് കിട്ടും. അപ്പോൾ ഇത് എത്രയാണ്? ദിസ് ഈസ് ഈക്വൽ ടു 2x for 0 less than or equal to x less than or equal to 1/2 0 otherwise. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ? നമ്മളോട് മാത്സ് ദ ഫോളോയിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് b1 ആവുമ്പോൾ g of x plus g of 1/2 minus x എന്താണ്? 1 minus 2x plus 2x. 1 minus 2x plus 2x. അപ്പോൾ g of x plus g of 1/2 minus x എന്താണ്? 1 minus 2x plus 2x equal to 1 for 0 less than or equal to x less than or equal to 1/2 0 otherwise. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇതിൽ ഏതാണ്? ദ റേഞ്ച് ഓഫ് എച്ച് ഈസ് 0,1. ബി ഈക്വൽ ടു 1 ആകുമ്പോൾ ഇതിൻ്റെ റേഞ്ച് 0,1 ആവും. 0,1 ആവും. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ഒഴിവാക്കി അല്ലേ? അപ്പോൾ കാരണം P5 ആണ് നമുക്ക് കിട്ടി. ഇനി ക്യൂ, ഇഫ് എ ഈക്വൽ ടു 1 ബി ഈക്വൽ ടു 0 ഇതിനേക്കാൾ എളുപ്പം നമുക്ക് അടുത്തത് നോക്കുന്നത് ഇതാ ഡി ജി ഓഫ് എക്സ് വരുമ്പോഴാണ്. ഡി ജി ഓഫ് എക്സ് വരുമ്പോൾ ഡി ഇൻറ്റു ജി ഓഫ് എക്സ്, ഡി ഈക്വൽ ടു 1 വരുമ്പോൾ എന്താണ് ഫംഗ്ഷൻ? ഡി ഈക്വൽ ടു 1 വരുമ്പോൾ ഫംഗ്ഷൻ ഒന്നുമില്ല, എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് അല്ലേ? ബാക്കിയൊക്കെ 0 ആയി പോയില്ലേ? എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ എച്ചിന്റെ റേഞ്ച് എന്താ വരുന്നത്? എച്ചിന്റെ റേഞ്ച് എന്താ വരുന്നതാ? നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എച്ചിന്റെ റേഞ്ച് എന്താ വരുന്നതാ? 0 to 1 അല്ലേ? 0 മുതൽ 1 വരെ ഏത് നമ്പർ വരാം, അപ്പുറത്തും ഇപ്പുറത്തും പോയാൽ എന്താണ്? 1 ആണ്. അപ്പോൾ ഇതാ ഓപ്ഷൻ ഡി ഈക്വൽ ടു 1 ആകുമ്പോൾ 4 ഈസ് ദ ആൻസർ, റൈറ്റ്? S4. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പർ 1ന്റെ സൊല്യൂഷൻ എന്നുള്ളത്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോംപ്ലക്സ് ആൻഡ് ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേഷൻസ് കുറവാണ്. പക്ഷെ നമ്മൾ 1 അവറിൽ എന്ത് ചെയ്യണം? ഇതിലൊരു 17 ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കണം എന്നുള്ളത് കുറച്ചൊരു ചാലഞ്ചിങ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് പകുതിയെങ്കിലും അറ്റൻഡബിൾ ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് പകുതിയെങ്കിലും 1 അവറിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മളൊന്ന് വളരെ വലിയ നമ്മളെപ്പോഴും JEE പരീക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഭയങ്കരമായിട്ട് കുഴക്കാനുള്ളൊരു എക്സാം അല്ല. നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ബേസ് നന്നായി ടെസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഒരു മെൻ്റൽ പ്രോവസ്, നിങ്ങളുടെ ഒരു മെൻ്റൽ കാൽക്കുലേഷൻ സ്ട്രെങ്ത്തുകളൊക്കെ നിങ്ങൾ എത്രത്തോളം ലോജിക്കലായി തിങ്ക് ചെയ്യുന്നു എന്നുള്ളത് നന്നായി അളക്കുന്ന ഒരു എക്സാമാണ്. അല്ലാതെ വലിയ നിങ്ങൾക്ക് 11th 12th പഠിക്കാനില്ലാത്ത വലിയ കൺസെപ്റ്റുകളൊന്നും ആക്ച്വലി എന്തില്ല, ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി വളരെ നമുക്ക് മോഡറേറ്റ്ലി ചെയ്യാവുന്ന ഒരു പേപ്പറാണ്. ഡെഫിനറ്റ്ലി അത്ര ലെങ്തിയർ അല്ല, പക്ഷെ കുറച്ചധികം ആലോചിക്കാനുണ്ട്. ആലോചിച്ചാൽ നമുക്ക് ഭംഗിയായി തന്നെ ഈ പേപ്പർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പേപ്പർ 2ന്റെ അനാലിസിസുമായി കാണാം. അതുവരേക്കും ബൈ.